പിന്നെ ഫീ ഡീറ്റെയിൽസ് നമ്മൾ വേറെ ഫയൽ സ്റ്റോർ ചെയ്യും. അപ്പൊ നമ്മൾ സ്റ്റുഡന്റ് ഡീറ്റെയിൽസ് നമ്മൾ സ്റ്റുഡന്റിന്റെ രജിസ്റ്റർ നമ്പർ, പിന്നെ സ്റ്റുഡന്റിന്റെ നെയിം, അഡ്രസ്, ഇങ്ങനെയുള്ള ഡാറ്റാസ് ഒക്കെ പേഴ്സണൽ ഡാറ്റാസ് ഒക്കെയാണ് സ്റ്റോർ ചെയ്യുക. രണ്ടാമത്തെ ഫയലിൽ ഫീ ഡീറ്റെയിൽസ്, സ്റ്റുഡന്റിന്റെ രജിസ്റ്റർ നമ്പർ, വീണ്ടും നമ്മൾ സ്റ്റുഡന്റിന്റെ നെയിം അതിൽ കൊടുക്കും, പിന്നെ എത്ര ഫീ ആണ് അടയ്ക്കാനുള്ളത്, എത്ര അടച്ചു, അങ്ങനെ ഫീസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കും. അപ്പൊ നമുക്ക് അവിടെ നെയിം എന്ന് പറഞ്ഞ കോളം അല്ലെങ്കിൽ നെയിം എന്ന് പറഞ്ഞ ഒരു ഡാറ്റ രണ്ട് ഫയലിലും വന്നു. ഏതൊക്കെ ഫയല്? സ്റ്റുഡന്റിന്റെ ഫയലിലും വന്നു, ഫീ എന്ന് പറഞ്ഞ ഫയലിലും വന്നു. ഇനി അറ്റൻഡൻസ് ഡീറ്റെയിൽസ് ആണെങ്കിൽ അതിലും നമ്മൾ നെയിം കൊടുക്കും, മാർക്സ് ഡീറ്റെയിൽസ് ഉള്ള ഫയൽ ആണെങ്കിൽ അതിലും കൊടുക്കും. അപ്പൊ ഇങ്ങനെ എല്ലാത്തിലും ഈ നെയിം എന്ന് പറഞ്ഞ ഡാറ്റ റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനാണ് റിഡൻഡൻസി എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഇനി നമ്മൾ ഡാറ്റാബേസ് അപ്രോച്ച് ആണെങ്കിൽ ഈ ഫയലിനെ നമ്മൾ എങ്ങനെയാ സ്റ്റോർ ചെയ്യുക? സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ ഒരു ടേബിൾ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യും. അതിൽ രജിസ്റ്റർ നമ്പർ ഉണ്ടാവും, സ്റ്റുഡന്റ് നെയിം, അഡ്രസ്, ബാക്കി എന്തൊക്കെയാണോ ഡീറ്റെയിൽസ്, ഡേറ്റ് ഓഫ് ബർത്ത്, ഫോൺ നമ്പർ, സ്റ്റുഡന്റ് ഡീറ്റെയിൽസ് മൊത്തം ഓരോന്ന് കൊടുക്കും. പിന്നെ നമ്മൾ രണ്ടാമത്തെ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഫീ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വീണ്ടും നെയിം കൊടുക്കില്ല, രജിസ്റ്റർ നമ്പർ മാത്രമേ കൊടുക്കുള്ളൂ. അപ്പൊ നമുക്കൊരു നെയിം എന്ന് പറഞ്ഞ ഒരു കോളം രണ്ടാമത്തെ ടേബിളിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ അവിടെ റിഡൻഡൻസി കുറച്ചു. അപ്പൊ അത് ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് രണ്ട് ടേബിളിനെയും റിലേറ്റ് ചെയ്യുക? അപ്പൊ ഈ ഡാറ്റാബേസിൽ ഈ ടേബിൾസ് തമ്മിൽ റിലേഷൻ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഫീ ടേബിളിൽ രജിസ്റ്റർ നമ്പർ ഉണ്ടാവും. ആ രജിസ്റ്റർ നമ്പർ വെച്ചിട്ട് നമുക്ക് സ്റ്റുഡന്റ് ടേബിളിൽ പോയിട്ട് സ്റ്റുഡന്റ് ഡീറ്റെയിൽസ്, ബാക്കി ഡീറ്റെയിൽസ് നോക്കാം. അതെ, വീണ്ടും ഫീ ടേബിളിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് നെയിം ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതെങ്ങനെയാ ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട്. പ്രൈമറി കീ, ഫോറിൻ കീ ഒക്കെ സെറ്റ് ചെയ്യുന്നത് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ മനസ്സിലായോ? അടുത്തത് DBMS, ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. അപ്പൊ നമ്മള് DBMS എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയറാ. അതെന്താ ചെയ്യുന്നത്? നമ്മൾ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുക, ഡാറ്റാബേസിലേക്ക് വാല്യൂ കൊടുക്കുക, അത് അപ്ഡേറ്റ് ചെയ്യുക, അങ്ങനെ ഡാറ്റാബേസിലെ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാൻ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിനാണ് നമ്മൾ എന്ത് പറയാ? ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയാം, DBMS എന്ന് പറയുന്നത്. അപ്പൊ ഡാറ്റാബേസിലെ ഡാറ്റ ആക്സസും അതേപോലെ ഡാറ്റ മോഡിഫിക്കേഷൻ, ഡാറ്റ റിട്രീവൽ, ഇതൊക്കെ മാനേജ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നത് DBMS ആണ്. ഇപ്പൊ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം DBMS എന്താന്ന് മനസ്സിലായില്ലേ? ഇനി ഡാറ്റാബേസിന്റെ കേസിൽ നമുക്ക് ഡാറ്റാസ് മാത്രമായിരിക്കില്ല ഉണ്ടാവുക. ഈ ഡാറ്റാസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും കൂടി ഈ നമ്മളെ ഡാറ്റാബേസിലെ ടേബിൾ ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യാന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും കൂടി, ഡാറ്റാബേസിന്റെ സ്ട്രക്ചർ, എന്തൊക്കെ ഡാറ്റാസ് ആണ് ഉള്ളത്, ഡാറ്റാസിനെ പറ്റിയുള്ള ഡാറ്റയും കൂടി സ്റ്റോർ ചെയ്യും. അത് സ്റ്റോർ ചെയ്യുന്നത് സിസ്റ്റം കാറ്റലോഗ് അല്ലെങ്കിൽ സിസ്റ്റം ഡിക്ഷണറി എന്ന് പറഞ്ഞ ഫയലാ. സിസ്റ്റം ഡിക്ഷണറിയിൽ അല്ലെങ്കിൽ സിസ്റ്റം കാറ്റലോഗിൽ നമ്മൾ ഡാറ്റാബേസിന്റെ സ്ട്രക്ചർ, ഡാറ്റാസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ്, അതിനാണ് നമ്മൾ മെറ്റാ ഡാറ്റ എന്ന് പറയാ. ഡാറ്റ അബൌട്ട് ഡാറ്റ, അതും കൂടി സ്റ്റോർ ചെയ്യും. അതിനാണ് നമ്മൾ അത് സ്റ്റോർ ചെയ്യുന്നത് എവിടെയാ? സിസ്റ്റം കാറ്റലോഗിൽ. ഇനി നെക്സ്റ്റ് വരുന്നത് ഡാറ്റാബേസിന്റെ അഡ്വാൻറ്റേജസ് ആണ്. ഇപ്പൊ ഡാറ്റാബേസിന്റെ അഡ്വാൻറ്റേജസ് എന്തായിരിക്കും? നേരെ നമ്മൾ കുറെ ലിമിറ്റേഷൻസ് ഒക്കെ പറഞ്ഞു. ആ ലിമിറ്റേഷൻ ഒക്കെ റെക്ടിഫൈ ചെയ്യാനാണ് നമ്മൾ, അല്ലെങ്കിൽ ആ ലിമിറ്റേഷൻ ഒഴിവാക്കാനാണ് നമ്മൾ ഈ ഡാറ്റാബേസ് അപ്രോച്ച് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയായിരിക്കും? അതിന്റെ ലിമിറ്റേഷൻസ് ഒക്കെ ഇതിന്റെ അഡ്വാൻറ്റേജസ് ആയിരിക്കില്ലേ? എന്തൊക്കെയായിരിക്കും ഒരു ഡാറ്റാബേസ് സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജസ്? റിഡൻഡൻസി കുറയ്ക്കാം. റിഡൻഡൻസി കുറയ്ക്കാം. പിന്നെ സെക്യൂരിറ്റി ഉണ്ടാവും. എങ്ങനെ? സെക്യൂരിറ്റി ഇൻക്രീസ് ആയിരിക്കും. ഇതില് നല്ലൊരു സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ട്. പിന്നെ റിഡൻഡൻസി കുറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ എന്താവും? കൺസിസ്റ്റന്റ് ആവും. റിഡൻഡൻസി ഉള്ളതുകൊണ്ടാണ് ഇൻകൺസിസ്റ്റൻസി വരുന്നത്. നമ്മൾ പറഞ്ഞു ഒരേ ഡാറ്റ പല സ്ഥലത്ത് സ്റ്റോർ ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് മാത്രം
അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഡാറ്റ ഇൻകൺസിസ്റ്റൻസി വരുന്നു പറഞ്ഞു. അപ്പൊ റിഡൻഡൻസി റെഡ്യൂസ് ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് എന്തുണ്ടാവും? ഇൻകൺസിസ്റ്റൻസിയും കുറയും, ഡാറ്റ കുറച്ചുകൂടി കൺസിസ്റ്റന്റ് ആവും. പിന്നെ എന്തൊക്കെയാ? ഡാറ്റ ഷെയർ ചെയ്യാം. ഒരുപാട് യൂസേഴ്സിന് ഒരേ സമയത്ത് ഡാറ്റാബേസ് ആക്സസ് ചെയ്യാം. അതാണ് ഷെയർഡ് ഡാറ്റ. ഡാറ്റ ഷെയറിംഗ് പോസിബിൾ ആ. പിന്നെ ഇംപ്രൂവ്ഡ് ഇന്റഗ്രിറ്റി ഇംപ്രൂവ് ചെയ്യാം. ഇന്റഗ്രിറ്റി ഇംപ്രൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? കൺസിസ്റ്റൻസിയും കൂടുന്നതിനാണ് നമ്മൾ ഇന്റഗ്രിറ്റി ഇംപ്രൂവ് ആവുക പറയാം. അതായത് ഡാറ്റ കുറച്ചും കൂടി അക്യുറേറ്റ് ആൻഡ് കൺസിസ്റ്റന്റ് ആവും. അതിനാണ് ഇംപ്രൂവ്ഡ് ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഡാറ്റ ആക്സസ്. നമ്മളിവിടെ കൊറി യൂസ് ചെയ്തിട്ട് ആണ് നമ്മൾ ഡാറ്റാബേസിന് ഡാറ്റ ആക്സസ് ചെയ്യുന്നതും അപ്ഡേറ്റ് ചെയ്യുന്നതൊക്കെ കൊറി ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാ, കൊറീസ് യൂസ് ചെയ്തിട്ടാ. അപ്പം ഡാറ്റ ആക്സസ് കുറച്ചും കൂടി എഫിഷ്യന്റ് ആയിരിക്കും. നമുക്ക് പല കണ്ടീഷൻസും കൊടുത്തിട്ട് ഡാറ്റ ആക്സസ് ചെയ്യാം. പല ഫയലിനും ഡാറ്റ കമ്പൈൻ ആയിട്ടൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ള ഓരോ യൂസറിനും റിക്വയർഡ് ആയിട്ടുള്ള ഡാറ്റാസ് ചിലപ്പം പല ടേബിൾസിലൊക്കെ ആയിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുക. പക്ഷെ നമുക്ക് എന്തൊക്കെ ഡാറ്റയാണോ ആവശ്യമുള്ളത് അത് നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് റിട്രീവ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട്. പിന്നെ ഇതൊക്കെയാണ് ഡാറ്റാബേസ് അപ്രോച്ചിന്റെ മെയിൻ അഡ്വാൻറ്റേജസ്. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരെണ്ണം കൂടി ഉണ്ട്, ഇംപ്രൂവ്ഡ് ബാക്കപ്പ് ആൻഡ് റിക്കവറി. നമ്മുടെ ഫയൽ സിസ്റ്റത്തിന് വെച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും സിസ്റ്റം ഫെയിലിയർ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റ ചിലപ്പം മിസ്സാവും. പക്ഷെ ഡാറ്റാബേസ് അപ്രോച്ചിൽ ബാക്കപ്പ് ആൻഡ് റിക്കവറി കുറച്ചും കൂടി സ്ട്രോങ് ആണ്. അതിന് റേറ്റ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ടൊരു ടെക്നോളജി തന്നെ ഉണ്ട്. അപ്പൊ നമ്മൾ ഓരോ പ്രാവശ്യവും ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡാറ്റാബേസ് ഓപ്പറേഷൻസ് ചെയ്യുമ്പോൾ ഡാറ്റാസ് ലാസ്റ്റ് ട്രാൻസാക്ഷൻ വരെയുള്ള ഡാറ്റാസ് ബാക്കപ്പ് എടുത്തേക്കും. ഇനി നമുക്ക് എന്തെങ്കിലും സിസ്റ്റം ഫെയിലിയർ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ലാസ്റ്റ് എവിടെ വരെയാണോ ട്രാൻസാക്ഷൻ അത് വരെയുള്ള ഡാറ്റ നമുക്ക് റിട്രീവ് ചെയ്തെടുക്കാം. അതാണ് ഇംപ്രൂവ്ഡ് ബാക്കപ്പ് ആൻഡ് റിക്കവറി. ഇത്രയൊക്കെ ക്ലിയർ ആയോ? ക്ലിയർ ആണ്. ഇപ്പൊ നമ്മള് ഫയൽ സിസ്റ്റം പറഞ്ഞു, ഫയൽ സിസ്റ്റത്തിന്റെ ലിമിറ്റേഷൻസ് പറഞ്ഞു. അതൊക്കെ ഓവർകം ചെയ്യാൻ നമ്മൾ ഡാറ്റാബേസ് അപ്രോച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞു. ഡാറ്റാബേസ് അപ്രോച്ചിൽ നമ്മൾ ഡാറ്റാബേസ് എന്താന്ന് പറഞ്ഞു, ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്താന്ന് പറഞ്ഞു. പിന്നെ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം അല്ലെങ്കിൽ ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നതിനുള്ള അഡ്വാൻറ്റേജസ് പറഞ്ഞു. ഇത്രയും പോയിന്റ്സ് ആണ് പറഞ്ഞത്. പിന്നെ നമ്മൾ ഡാറ്റാബേസ് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഡാറ്റാബേസിൽ നമ്മൾ റിലേറ്റഡ് ഡാറ്റാസിനെ ഗ്രൂപ്പ് ചെയ്തിട്ടാണ്, കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഡാറ്റാസിനാണ് ഡാറ്റാബേസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മൾ ഡാറ്റാബേസിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് ടേബിൾസ് ആയിട്ടാണ് പറഞ്ഞു. അപ്പൊ ടേബിൾസ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോ JDTന്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് സ്റ്റുഡന്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം, ഫീ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം, പിന്നെ അക്കാഡമിക് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ മാർക്സ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം, സ്റ്റാഫ് ഡീറ്റെയിൽസ്, സ്റ്റാഫിന്റെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം, സാലറി ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ടേബിൾസ് ക്രിയേറ്റ് ചെയ്യാം. എല്ലാ ടേബിൾസും തമ്മിൽ നമുക്ക് റിലേഷൻസും കൊടുക്കാം. അപ്പൊ ഓരോ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തും നമുക്ക് അറിയാം ടേബിൾസ് എന്ന് പറഞ്ഞാൽ റോസ് ആൻഡ് കോളംസ് ആണ്. അപ്പം ഓരോ കോളത്തിന്റെ ഹെഡിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ഡാറ്റയാണോ കൊടുക്കുന്നത് അതാണ് വരിക. അതിനാണ് നമ്മൾ എന്ത് പറയാ? ആട്രിബ്യൂട്ട്സ് എന്ന് പറയാം. അപ്പൊ ഡാറ്റാബേസിന്റെ കേസിൽ കോളത്തിന്റെ ഹെഡിങ്ങിനാണ് നമ്മൾ ആട്രിബ്യൂട്ട്സ് എന്ന് പറയാം. ക്ലിയർ അല്ലേ? പിന്നെ നമ്മൾ ഡാറ്റാസ് എങ്ങനെയാ കൊടുക്കുക? അപ്പൊ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞൊരു ടേബിൾ ആണെന്ന് വിചാരിക്കുക. അപ്പൊ സ്റ്റുഡന്റ് നെയിം, സ്റ്റുഡന്റ് അഡ്രസ്, രജിസ്റ്റർ നമ്പർ, ഇതൊക്കെ നമ്മൾ കോളത്തിന്റെ ഹെഡിങ് ആയിട്ട് കൊടുക്കും. അതിനൊക്കെ നമ്മൾ ആട്രിബ്യൂട്ട്സ് എന്ന് പറയും. ഒരു മിനിറ്റ് ഞാൻ കാണിച്ചു തരാം.
ജസ്റ്റ് ഡാറ്റാബേസിനെ പറ്റി ഒരു ഐഡിയ പറയാണേ. കാണുന്നുണ്ടോ? സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ ഒരു ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പൊ അതിൽ നമുക്ക് രജിസ്റ്റർ നമ്പർ ഉണ്ടാവാം, സ്റ്റുഡന്റ് നെയിം, അഡ്രസ്, ഫോൺ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനെ കോളംസ് ഉണ്ടാവും. ഈ ഓരോ നെയിം, അഡ്രസ്, രജിസ്റ്റർ നമ്പർ, ഫോൺ നമ്പർ ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയാ? ആട്രിബ്യൂട്ട്സ് എന്ന് പറയാ. നേരത്തെ ഡാറ്റാബേസ് പഠിച്ച ആൾക്കാർക്കൊക്കെ ഇത് അറിയാം. ഇനി DBMS പഠിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചു ഞാൻ ജസ്റ്റ് പറയാ. ഇനി നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ ഇതിനാണ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയാ. ഇനി ഇതിന്റെ ഉള്ളിൽ നമ്മൾ ഓരോ സ്റ്റുഡന്റും എൻ്റർ ചെയ്യുന്ന സമയത്ത് സ്റ്റുഡന്റിന്റെ രജിസ്റ്റർ നമ്പർ കൊടുക്കും, നെയിം കൊടുക്കും, ഇപ്പൊ രജിസ്റ്റർ നമ്പർ എന്തെങ്കിലുമൊക്കെ കൊടുക്കും, നെയിം കൊടുക്കും, അഡ്രസ് കൊടുക്കും, ഫോൺ നമ്പർ. ഓരോ സ്റ്റുഡന്റും എൻ്റർ ചെയ്യുന്ന സമയത്ത് ഓരോ സ്റ്റുഡന്റിന്റെയും ഡീറ്റെയിൽസ് ആയിട്ടാണ് നമ്മൾ ഓരോ റോ കൊടുക്കുക. അപ്പം ഈ റോസിന് പറയുന്ന പേരാണ് റോ, അല്ലെങ്കിൽ റോസിനെ നമ്മൾ ടപ്പിൾസ് എന്ന് പറയും, അല്ലെങ്കിൽ റെക്കോർഡ്സ് എന്ന് പറയും. റെക്കോർഡ്സ് അല്ലെങ്കിൽ ടപ്പിൾസ്. ഇനി ഓരോ റെക്കോർഡിനെയും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ആട്രിബ്യൂട്ട് യൂസ് ചെയ്യും. ആ ആട്രിബ്യൂട്ടിനാണ് നമ്മൾ എന്ത് പറയാ? പ്രൈമറി കീ എന്ന് പറയാ. അപ്പൊ നമ്മളൊരു ടേബിളിൽ ഓരോ ആട്രിബ്യൂട്ടിനെയും അല്ലെങ്കിൽ ഓരോ റോനെയും ഓരോ ആട്രിബ്യൂട്ടിനല്ല, ഓരോ റോനെ അല്ലെങ്കിൽ ഓരോ റെക്കോർഡിനെയും യുണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മളൊരു ആട്രിബ്യൂട്ട് യൂസ് ചെയ്യും. ആ ആട്രിബ്യൂട്ടിനാണ് നമ്മൾ പ്രൈമറി കീ എന്ന് പറയാം. അപ്പൊ ഈ ടേബിളിൽ നമുക്ക് ഒരു പെർട്ടിക്കുലർ സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്മൾ ആ സ്റ്റുഡന്റിന്റെ രജിസ്റ്റർ നമ്പർ കൊടുത്താൽ മതി. ഈ രജിസ്റ്റർ നമ്പർ എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റുഡന്റിനും ഡിഫറെന്റ് ആയിരിക്കും. എല്ലാ സ്റ്റുഡന്റും അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഒരു രജിസ്റ്റർ നമ്പർ ഉണ്ടാവും. അപ്പൊ എല്ലാ സ്റ്റുഡന്റിനും യുണീക്ക് ആയിട്ട് ഒരു രജിസ്റ്റർ നമ്പർ ഉള്ളതുകൊണ്ട് നമുക്ക് രജിസ്റ്റർ നമ്പർ വെച്ച് ഓരോ സ്റ്റുഡന്റിനെയും ഐഡന്റിഫൈ ചെയ്യാം. അങ്ങനെ ഓരോ സ്റ്റുഡന്റിനെ യുണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ആ ടേബിളിലെ ഓരോ ടപ്പിളിനെയും യുണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഏത് ആട്രിബ്യൂട്ട് ആണോ യൂസ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയാ? പ്രൈമറി കീ എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേറൊരു ടേബിൾ ഉണ്ട്, ഫീ ടേബിൾ. ഫീ ടേബിളിൽ നമുക്ക് രജിസ്റ്റർ നമ്പർ ഉണ്ടാവും, പിന്നെ ഫീ ഡീറ്റെയിൽസ് എന്തൊക്കെയാണോ അതുണ്ടാവുക. ഫീ ഡീറ്റെയിൽസ് ഉണ്ടാവും. അപ്പൊ ഇതിൽ നമ്മൾ ഓരോ സ്റ്റുഡന്റിന്റെയും രജിസ്റ്റർ നമ്പർ കൊടുക്കും, പിന്നെ ടോട്ടൽ ഫീ, എത്ര ഫീ ആണ് റെമിറ്റ് ചെയ്തത്, അങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവുക. അപ്പം ഈ സ്റ്റുഡന്റ് ടേബിൾ, ഫീ ടേബിളിൽ നമ്മൾ രജിസ്റ്റർ നമ്പർ മാത്രമേ ഉണ്ടാവുള്ളൂ സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽസ് ആയിട്ട്. അപ്പൊ ഓരോ സ്റ്റുഡന്റിന്റെ ഫീസ് അടയ്ക്കാൻ ബാക്കിയുള്ള സ്റ്റുഡൻസ് ആരൊക്കെ അതൊക്കെ അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ രജിസ്റ്റർ നമ്പർ വെച്ചിട്ട് സ്റ്റുഡന്റ് ടേബിളിൽ നിന്നാണ് സ്റ്റുഡന്റിന്റെ ബാക്കി ഡീറ്റെയിൽസ് എടുക്കുക. അപ്പം ഈ രജിസ്റ്റർ നമ്പർ എന്ന് പറഞ്ഞ രണ്ടാമത്തെ ടേബിൾ ആയിട്ടുള്ള ഫീസ് ടേബിളിൽ രജിസ്റ്റർ നമ്പർ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് ഫസ്റ്റ് ടേബിളിലേക്ക് റെഫർ ചെയ്യുന്ന ആട്രിബ്യൂട്ടാ. അങ്ങനെയുള്ള ആട്രിബ്യൂട്ടിനാണ് നമ്മൾ എന്ത് പറയാ? ഫോറിൻ കീ എന്ന് പറയാ. ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയോ? ജസ്റ്റ് ഞാൻ ഒന്ന് ടേബിൾ എന്താണ് പറഞ്ഞതാണ്, ആർക്കിടെക്ചർ പറയുന്നതിന്റെ മുമ്പാ. ഇനി അടുത്ത പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡാറ്റാബേസിന്റെ ആർക്കിടെക്ചറാ. ഇതിൽ രണ്ട് ടൈപ്പ് ആർക്കിടെക്ചർ ആണുള്ളത്. ലോജിക്കൽ DBMS ആർക്കിടെക്ചറും ഫിസിക്കൽ ഡാറ്റാബേസ് ആർക്കിടെക്ചറും. ലോജിക്കൽ ആർക്കിടെക്ചർ ആൻഡ് ഫിസിക്കൽ ആർക്കിടെക്ചർ, ടു ടൈപ്സ് ഓഫ് ആർക്കിടെക്ചേഴ്സ് ഓഫ് DBMS. അപ്പൊ ലോജിക്കൽ ആർക്കിടെക്ചറിൽ അല്ലെങ്കിൽ ലോജിക്കൽ DBMS ആർക്കിടെക്ചറിൽ ഡാറ്റാസിന്റെ വാല്യൂ മാത്രം, ഒരു സെക്കൻഡ്,
ലോജിക്കൽ ആർക്കിടെക്ചറിൽ ഡാറ്റ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡാറ്റാസ് എങ്ങനെയാണ് യൂസേഴ്സ് റിട്രീവ് ചെയ്യുന്നത്, യൂസേഴ്സിന് എങ്ങനെയാണ് ഡാറ്റാസ് പ്രസന്റ് ചെയ്യുന്നതെന്ന് മാത്രമേ ഡീൽ ചെയ്യുന്നുള്ളൂ ലോജിക്കൽ ആർക്കിടെക്ചർ ആവുന്ന സമയത്ത്. എങ്ങനെയാണ് ഡാറ്റാസ് സ്റ്റോർ ചെയ്യുന്നത്, അത് എങ്ങനെയാണ് യൂസേഴ്സിന് പ്രസന്റ് ചെയ്യുന്നത്, ഇത്രയും മാത്രമേ ലോജിക്കൽ ആർക്കിടെക്ചറിൽ നമ്മൾ ഡീൽ ചെയ്യുന്നുള്ളൂ, ലോജിക്കൽ ആർക്കിടെക്ചർ ഡീൽ ചെയ്യുന്നുള്ളൂ. ഈ ലോജിക്കൽ ആർക്കിടെക്ചറിനെ നമ്മൾ 3 ലെവൽ ആർക്കിടെക്ചർ എന്നും പറയും. ഇനി ഫിസിക്കൽ ആർക്കിടെക്ചർ ആണെങ്കിൽ DBMSന്റെ ഫിസിക്കൽ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ കമ്പോണൻസിനെ പറ്റിയാണ് കൺസേൺ ചെയ്യുന്നത്. എന്തൊക്കെ മൊഡ്യൂൾസ് ആണുള്ളത്, അത് എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്, സോഫ്റ്റ്വെയർ കമ്പോണൻസിനെ പറ്റി ഡീൽ ചെയ്യുന്നതാണ് ഫിസിക്കൽ ആർക്കിടെക്ചർ. ഫസ്റ്റ് വൺ ലോജിക്കൽ ആർക്കിടെക്ചർ. ലോജിക്കൽ ആർക്കിടെക്ചറിന് 3 ലെവൽസ് ആണുള്ളത്: എക്സ്റ്റേണൽ ഓർ വ്യൂ ലെവൽ, കൺസെപ്ച്വൽ ലെവൽ ആൻഡ് ഫിസിക്കൽ ലെവൽ, ഇന്റേണൽ ഓർ ഫിസിക്കൽ ലെവൽ. ഇതിന്റെ ഒരു ഫിഗർ, ലോജിക്കൽ DBMS ആർക്കിടെക്ചറിന്റെ ഒരു ഫിഗർ നിങ്ങളുടെ ഇഗ്നോയുടെ ബുക്കിലുണ്ട്, കാണുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? ആ ഫിഗർ ജസ്റ്റ് കണ്ടില്ലേ? ഓക്കെ, നിങ്ങളെ കയ്യിൽ ബുക്ക് ഉണ്ട്, അതിൽ നോക്കിയാലും മതിയേ. അപ്പം 3 ലെവൽസ് ഓഫ്, നമ്മൾ പറഞ്ഞു ലോജിക്കൽ ലെവൽ എന്ന് പറഞ്ഞാൽ ഡാറ്റാസ് എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ ഡീൽ ചെയ്യുന്ന ആർക്കിടെക്ചർ ആണ് ലോജിക്കൽ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് വേ ഡാറ്റ ഈസ് സ്റ്റോർഡ് ആൻഡ് പ്രസന്റഡ് ടു യൂസേഴ്സ്, അതാണ് ലോജിക്കൽ ആർക്കിടെക്ചർ ഡീൽ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇതിൽ 3 എക്സ്റ്റേണൽ ഓർ വ്യൂ ലെവൽ ഉണ്ട്. അതാണ് ഫസ്റ്റ് എക്സ്റ്റേണൽ ഓർ വ്യൂ ലെവൽ. ഏറ്റവും ഹൈ ലെവൽ ഓഫ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ. 3 ടൈപ്പ് ഓഫ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ ആണുള്ളത്: എക്സ്റ്റേണൽ, കൺസെപ്ച്വൽ ആൻഡ് ഫിസിക്കൽ. ഇതാണ് നമ്മുടെ ലോജിക്കൽ ഡാറ്റാബേസ് ആർക്കിടെക്ചറിൽ വരുന്നത്. അതിന്റെ ഏറ്റവും മുകളിലത്തെ അല്ലെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഓഫ് ഡാറ്റ എക്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഓർ വ്യൂ ലെവൽ. ഏറ്റവും മുകളിൽ കാണാം യൂസേഴ്സ് വ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട്, കണ്ടോ? ഈ ലെവലിൽ ഓരോ യൂസേഴ്സിനും എന്ത് ഡാറ്റയാണോ വ്യൂ ചെയ്യേണ്ടത്, അവരുടെ ഇൻട്രസ്റ്റിനനുസരിച്ചുള്ള ഡാറ്റ മാത്രം അവർക്ക് ഡിസ്പ്ലേ ആക്കുക, അല്ലെങ്കിൽ അത് മാത്രം അലൗ ചെയ്യുക. അതിനാണ് നമ്മൾ എക്സ്റ്റേണൽ ഓർ വ്യൂ ലെവൽ എന്ന് പറയാം. ഇവിടെ നമുക്ക് ഡാറ്റാബേസിൽ നമുക്ക് കുറെ ടേബിൾസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് മാർക്സിന്റെ ഡീറ്റെയിൽസ് മാത്രമേ യൂസറിന് ആവശ്യമുള്ളൂ എന്ന് വെച്ചാൽ ആ ഡാറ്റ മാത്രം ഡിസ്പ്ലേ ചെയ്യാം. അപ്പൊ സ്റ്റുഡന്റിന്റെ നെയിം, മാർക്സ്, അറ്റൻഡൻസ് പെർസെന്റേജ്, ഇത്രയും ഡീറ്റെയിൽസ് ആണ് അറിയേണ്ടത്. അപ്പം ഇത് 3 ടേബിളിലായിരിക്കും സ്റ്റോർ ചെയ്തത്. അപ്പൊ ഓരോ ടേബിളിനും എന്തൊക്കെ ഡാറ്റയാണോ ആവശ്യമുള്ളത് അത് മാത്രം എടുത്തിട്ട് അത് യൂസേഴ്സിന് ഡിസ്പ്ലേ ആക്കുക. അതാണ് എക്സ്റ്റേണൽ ഓർ വ്യൂ ലെവലിൽ വരുന്നത്. അപ്പം എക്സ്റ്റേണൽ ഓർ വ്യൂ ലെവലിൽ ആരായിരിക്കും ഉണ്ടാവുക? സാധാ യൂസേഴ്സ്, അതായത് ഡാറ്റാബേസിന്റെ എൻഡ് യൂസേഴ്സ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ്, അവരാണ് എക്സ്റ്റേണൽ ലെവൽ അല്ലെങ്കിൽ വ്യൂ ലെവൽ ഉണ്ടാവുക. ഇനി അടുത്തതാണ് കൺസെപ്ച്വൽ ലെവൽ. രണ്ടാമതാണ് കൺസെപ്ച്വൽ ലെവൽ അല്ലെങ്കിൽ ഗ്ലോബൽ ലെവൽ ഓഫ് ഡാറ്റ എക്സ്ട്രാക്ഷൻ.
അപ്പം ഈ ലെവലില് കൺസെപ്ച്വൽ ലെവലില് മൊത്തം ഡാറ്റാസ് എൻ്റെ ഡാറ്റാബേസിലെ ഒരു മൊത്തമായിട്ട് ഒരു യൂണിഫൈഡ് ഫോമിൽ ഉണ്ടാവും. അതാണ് കൺസെപ്ച്വൽ ലെവലില്. കൺസെപ്ച്വൽ ലെവലിൽ ആരാ? ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ആണ് എൻഡ് യൂസേഴ്സ്. കൺസെപ്ച്വൽ ലെവലിലെ യൂസർ. അപ്പം കൺസെപ്ച്വൽ ലെവലിൽ മൊത്തം റെക്കോർഡ്സും അത് തമ്മിലുള്ള റിലേഷൻസും ആണ് ഇൻക്ലൂഡഡ് ആയിരിക്കും. അതാണ് കൺസെപ്ച്വൽ ലെവൽ അല്ലെങ്കിൽ ഗ്ലോബൽ ലെവൽ. തേർഡ് വൺ ആണ് അല്ലെങ്കിൽ ലാസ്റ്റ് ലെവലാണ് ഇന്റേണൽ ഓർ ഫിസിക്കൽ ലെവൽ. ഇന്റേണൽ ലെവൽ അല്ലെങ്കിൽ ഫിസിക്കൽ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് ഫിസിക്കൽ ഡാറ്റ അല്ലെങ്കിൽ ആക്ച്വൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. അതായത് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസിൽ പെർമനന്റ് ആയിട്ട് ഈ ഫയൽസ് സ്റ്റോർ ചെയ്യും. അതിനാണ് നമ്മൾ എന്ത് പറയാ? ഫിസിക്കൽ ഡാറ്റാബേസ് അല്ലെങ്കിൽ ഇന്റേണൽ ലെവൽ എന്ന് പറയാ. അപ്പം ഇതാണ് 3 ലെവൽസ്. ലോജിക്കൽ ആർക്കിടെക്ചർ ക്ലിയർ ആയോ? ഓക്കെ, അടുത്തതാണ് ഫിസിക്കൽ ഡാറ്റാബേസ് ആർക്കിടെക്ചർ. അപ്പൊ ഫിസിക്കലിൽ നമ്മൾ പറഞ്ഞു നമ്മൾ ഡാറ്റാബേസിലേക്ക് എൻ്റർ ചെയ്യാൻ അല്ലെങ്കിൽ ഡാറ്റ പ്രോസസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ കമ്പോണൻസിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്ന ആർക്കിടെക്ചർ ആണ് ഫിസിക്കൽ DBMS ആർക്കിടെക്ചർ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മൾ ഫിസിക്കൽ DBMS ആർക്കിടെക്ചറിൽ ഡാറ്റ പ്രോസസ് ചെയ്യാൻ അല്ലെങ്കിൽ ഡാറ്റ എൻ്റർ ചെയ്യാൻ പ്രോസസ് ചെയ്യാൻ എല്ലാത്തിനും കൂടി യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ കമ്പോണൻസിനെ നമ്മൾ മൊഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇത് കുറെ മൊഡ്യൂൾസ്, ഈ കമ്പോണൻസിന്റെ മൊഡ്യൂൾസിന്റെ മൊത്തം കളക്ഷൻ ആണ് എന്ത്? ഫിസിക്കൽ DBMS ആർക്കിടെക്ചർ. ഫിഗർ കാണുന്നുണ്ടോ? ഞാൻ കാണിച്ചു തരണോ? കാണാൻ പറ്റുന്നുണ്ടോ ഫിഗർ? കാണുന്നില്ലേ? ജനറൽ യൂസേഴ്സ് ഉണ്ടാവും, അപ്ലിക്കേഷൻ പ്രോഗ്രാം, സിസ്റ്റം, പിന്നെ അപ്ലിക്കേഷൻ പ്രോഗ്രാംസിൽ സിസ്റ്റം കോൾസ് ഉണ്ടാവും, ക്വറീസ് ഉണ്ടാവും, പിന്നെ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ, ഡാറ്റാബേസ് സ്കീമ, പിന്നെ അതിന്റെ ഉള്ളിലത്തെ കമ്പോണൻസ് ഏതൊക്കെയാ? DDL കമ്പൈലർ ഉണ്ടാവും, DML പ്രീ കമ്പൈലർ ഉണ്ടാവും, ക്വറി പ്രോസസർ, ഡാറ്റാബേസ് മാനേജർ, ഫയൽ മാനേജർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കമ്പോണൻസ് ഉണ്ട്. പിന്നെ അതിന്റെ താഴെ കൊടുത്തിരിക്കുന്നതാണ് ഒറിജിനൽ ഡാറ്റാബേസ്. ഡാറ്റ ഫയൽസ് ഉണ്ടാവും, ഡാറ്റ ഡിക്ഷണറി ഉണ്ടാവും. ഡാറ്റ ഫയൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റോർ ചെയ്ത ഡാറ്റാസ്. ഡാറ്റ ഡിക്ഷണറി എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഡാറ്റാസിനെ പറ്റിയുള്ള ഡാറ്റ, മെറ്റാ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് ഡാറ്റ ഡിക്ഷണറീസിലാ. ഇതാണ് ഫിഗർ. ഫിഗർ കണ്ടില്ലേ? ഓക്കെ, ഫിസിക്കൽ ഡാറ്റ DBMS ആർക്കിടെക്ചറിലെ കമ്പോണൻസ് ഓരോന്നും കണ്ടുവോ? അപ്പം ഓരോ ഫങ്ഷനാലിറ്റി അനുസരിച്ച്, വേരിയസ് ഫങ്ഷൻസ് അനുസരിച്ച് ഡാറ്റാബേസിനെ നമ്മൾ കുറെ മൊഡ്യൂൾസ് ആയിട്ട്, മൊത്തം സോഫ്റ്റ്വെയറിനെ നമ്മൾ കുറെ മൊഡ്യൂൾസ് ആയിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. ഓരോ മൊഡ്യൂളും ഓരോ പെർട്ടിക്കുലർ ഫംഗ്ഷന് വേണ്ടി ഫങ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ചാണ് ഈ ഫിസിക്കൽ ആർക്കിടെക്ചർ. ഫിഗർ ഞാൻ കാണിച്ചു തന്നു. ഇനി അതിൽ ഏതൊക്കെ കമ്പോണൻസ് ആയിരുന്നു? ആരൊക്കെയാണ് ഡാറ്റാബേസ് യൂസേഴ്സ് ആയിട്ട് വരുന്നത്?
ജനറൽ യൂസേഴ്സ് ഉണ്ട്. ചില ആൾക്കാർ ഡാറ്റാബേസിൽ ഡയറക്റ്റ് ക്വറീസ് കൊടുക്കും. ചില ആൾക്കാർ ഡയറക്റ്റ് ക്വറി കൊടുക്കല്ല, ആപ്ലിക്കേഷൻ പ്രോഗ്രാം കൂടിയാണ് ഡാറ്റാബേസുമായിട്ട് കണക്ട് ചെയ്യുന്നത്. പിന്നെ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ ഡാറ്റാബേസിന്റെ മൊത്തം ഓപ്പറേഷൻസിനെ കൺട്രോൾ ചെയ്യുന്ന യൂസറിനാണ് നമ്മൾ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. അപ്പം കുറെ ടൈപ്പ് യൂസേഴ്സ് ഉണ്ടാവും. ഓരോ യൂസേഴ്സും പല രീതിയിലാണ് ഡാറ്റാബേസുമായിട്ട് ഇന്റർഫേസ് ചെയ്യുന്നത്. ക്വറി വെച്ചിട്ട് ക്വറി കൂടി ഡാറ്റാബേസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പിന്നെ ചിലപ്പം ഇപ്പൊ നമ്മളൊരു അപ്ലിക്കേഷൻ ഫോം ഒക്കെ ഫില്ല് ചെയ്യാന്ന് വിചാരിക്കുക. ഇപ്പൊ നമ്മൾ ഇഗ്നോന്റെ BCAക്ക് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യും. സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അപ്ലിക്കേഷൻ ഫോം ഒക്കെ ഫില്ല് ചെയ്യുന്നത് അപ്ലിക്കേഷൻ പ്രോഗ്രാംസിലാണ്. അതിൽ നിന്ന് നമ്മൾ ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യുമ്പോൾ അപ്ലിക്കേഷൻ പ്രോഗ്രാമിൽ കൂടി അതെന്താവും, ഡാറ്റാബേസിലേക്ക് സ്റ്റോർ ആവും നിങ്ങൾ കൊടുക്കുന്ന ഡാറ്റ. അപ്പൊ അപ്ലിക്കേഷൻ പ്രോഗ്രാം കൂടി നമുക്ക് ഡാറ്റാബേസുമായിട്ട് ഇന്റർഫേസ് ഉണ്ട്. പിന്നെ ചില യൂസേഴ്സ് ഡയറക്റ്റ് ആയിട്ട് ക്വറീസ് കൊടുത്ത് ഡാറ്റാബേസിന് ഡാറ്റ ആക്സസ് ചെയ്യും. അങ്ങനെ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ ഡാറ്റാബേസിന്റെ മൊത്തം ഓപ്പറേഷൻസും കൺട്രോൾ ചെയ്യുക, ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുക, പിന്നെ മൊത്തം അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്ന ആളാണ് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ. ഇങ്ങനെ പല രീതിയിലാണ് യൂസേഴ്സ് ഉണ്ടാവും. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ക്വറിക്ക് അനുസരിച്ച് ഡാറ്റാബേസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് ഓരോ മൊഡ്യൂൾസ് വേണം, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ വേണം. അപ്പൊ നമ്മൾ ക്വറി ആണ് കൊടുക്കുന്നതെങ്കിൽ ക്വറി പ്രോസസ് ചെയ്തിട്ട് വേണം നമുക്ക് എന്ത് ക്വറിയാണോ കൊടുത്ത് അതിനനുസരിച്ചുള്ള ഡാറ്റ കിട്ടാൻ. അതിന് നമുക്ക് ക്വറി പ്രോസസർ വേണം. പിന്നെ ആപ്ലിക്കേഷൻ പ്രോഗ്രാം കൂടിയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ അപ്ലിക്കേഷൻ പ്രോഗ്രാമിൽ നമ്മൾ അതിന് വേണ്ട കോഡ് എഴുതിയിട്ടുണ്ടാവും. ആ കോഡ് DML പ്രീ കമ്പൈലർ കമ്പൈൽ ചെയ്തിട്ട് വേണം എങ്ങോട്ട് ഡാറ്റാബേസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അപ്പൊ അങ്ങനെയാണ് കുറെ കമ്പോണൻസ് ഉണ്ട്. ഓരോ കമ്പോണൻസും ആണ് നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അതിന്റെ മുമ്പ് ഫസ്റ്റ് വൺ DML പ്രീ കമ്പൈലർ. DML പ്രീ കമ്പൈലർ പറയുന്നതിന്റെ മുമ്പ് ഡാറ്റാബേസിന് രണ്ട് ലാംഗ്വേജസ് ആണ്, ബേസിക് ആയിട്ട് രണ്ട് ലാംഗ്വേജസ് ആണുള്ളത്, DDL ഉം DML ഉം. DDL എന്ന് പറഞ്ഞാൽ ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്, DML എന്ന് പറഞ്ഞാൽ ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്. ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെയാ വരുന്നത്, ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുക, ടേബിൾസ് ക്രിയേറ്റ് ചെയ്യുക. അതിന്റെ ഡാറ്റാബേസ് ക്രിയേഷനായിട്ട് ബന്ധപ്പെട്ട ക്വറീസ് മൊത്തം എന്തിന്റെ അണ്ടറിലാണ് വരുന്നത്, DDL ആയിരുന്നു, ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജിലാണ് വരുന്നത്. ഇനി ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് എന്താ, ഡാറ്റാസിനെ മോഡിഫൈ ചെയ്യാനും പിന്നെ ഡാറ്റാബേസിൽ നിന്ന് ഡാറ്റ റിട്രീവ് ചെയ്യുക, അങ്ങനത്തെ ഓപ്പറേഷൻസ് മൊത്തം ഡീൽ ചെയ്യുന്നത് DML ആണ്, ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. ഇപ്പൊ DML പ്രീ കമ്പൈലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ DML സ്റ്റേറ്റ്മെന്റ്സ് കൊടുക്കും. അപ്പൊ ആപ്ലിക്കേഷൻ പ്രോഗ്രാം കൂടിയാണ് നമ്മൾ ഡാറ്റാബേസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിൽ എംബഡഡ് ആയിട്ടുള്ള DML സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാവും. ഡാറ്റ ഓപ്പറേഷൻസ് ചെയ്യാൻ DML സ്റ്റേറ്റ്മെന്റ്സ് നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോഗ്രാമുമായിട്ട് എംബഡഡ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെ നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോഗ്രാമുമായിട്ട് എംബഡഡ് ആയിട്ടുള്ള DML കമാൻഡ്സിനെ കൺവേർട്ട് ആക്കി മാറ്റാൻ യൂസ് ചെയ്യുന്ന കമ്പൈലറാണ് DML പ്രീ കമ്പൈലർ. എന്താ ചെയ്യുന്നത്, കൺവേർട്സ് DML സ്റ്റേറ്റ്മെന്റ്സ് എംബഡഡ് ഇൻ ദി ആപ്ലിക്കേഷൻ പ്രോഗ്രാം. ആപ്ലിക്കേഷൻ പ്രോഗ്രാമിൽ എംബഡഡ് ആയിട്ടുള്ള DML സ്റ്റേറ്റ്മെന്റ്സിനെ കൺവേർട്ട് ചെയ്തിട്ട് എന്താക്കും, നോർമൽ പ്രൊസീജിയർ കോൾ ആക്കും. അല്ലെങ്കിൽ ഡാറ്റാബേസിന് മനസ്സിലാവുന്ന രീതിയിലുള്ള പ്രൊസീജിയറൽ കോൾ ആയിട്ട് കൺവേർട്ട് ചെയ്യാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്, DML പ്രീ കമ്പൈലർ യൂസ് ചെയ്യുന്നത്. ഇപ്പം ക്വറി പ്രോസസ്സറുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട്, ക്വറി പ്രോസസ്സർ എന്തിനാ യൂസ് ചെയ്യുന്നത്,
കൊറിയനെ പ്രോസസ് ചെയ്തിട്ട് DBMS അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് ഫസ്റ്റ് കൊറി പ്രോസസർ പറഞ്ഞുതരാം. കൊറി പ്രോസസർ യൂസ് ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്ന കൊറി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ലൈക്ക് ആയിരിക്കും. അതായത് ആൽഫ ന്യൂമറിക് കോഡ്സ് ആയിട്ടാണ് നമ്മൾ കൊറീസ് കൊടുക്കുക. അപ്പം ഡാറ്റാബേസിന് അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള ഫോമിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യണം. എന്നാലേ അത് പ്രോസസ് ചെയ്തിട്ട് നമുക്ക് കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് കിട്ടും. അപ്പം ഡാറ്റാബേസ് അണ്ടർസ്റ്റാൻഡബിൾ ഫോമിലേക്ക് നമ്മൾ കൊടുക്കുന്ന കൊറീസിനെ കൺവേർട്ട് ചെയ്യാനാണ് കൊറി പ്രോസസർ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? കൊറി പ്രോസസറിന് 2 പാർട്ട് ഉണ്ട്, പാർസറും കൊറി ഒപ്റ്റിമൈസറും. പാർസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന കൊറിയുടെ സിന്റാക്സിന് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനാണ് പാർസർ യൂസ് ചെയ്യുന്നത്. നമ്മൾ കൊടുക്കുന്ന കൊറി സിന്റാക്ടിക്കലി കറക്റ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ എറർ റിപ്പോർട്ട് കിട്ടും, നമുക്ക് എറർ ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. അപ്പം ഇനി അത് സിന്റാക്ടിക്കലി കറക്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും, അതിന് ടോക്കൺസ് ആയിട്ട് എങ്ങോട്ട് പാസ് ചെയ്യും, ഒപ്റ്റിമൈസറിലേക്ക് പാസ് ചെയ്യും. ഇനി കൊറി ഒപ്റ്റിമൈസർ ആണ് ഈ കൊറീസിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. നമ്മള് പാർസർ എന്ത് ചെയ്യും, ഈ കൊറീസിൽ സിന്റാക്സ് എറേഴ്സ് എന്തെങ്കിലും ഉണ്ടോ, കറക്റ്റ് സിന്റാക്സിലാണോ നമ്മൾ കൊറീസ് കൊടുത്തതെന്ന് ചെക്ക് ചെയ്യും. സിന്റാക്സ് ഓക്കെ ആണെങ്കിൽ അതെന്ത് ചെയ്യും, ഇതിന് കറക്റ്റ് ആണെങ്കിൽ ടോക്കൺസ് ആയിട്ട് ഒപ്റ്റിമൈസറിന് പാസ് ചെയ്യും ഈ കൊറീനെ. ഒപ്റ്റിമൈസർ ഈ കൊറീസിന് എക്സിക്യൂട്ട് ചെയ്യും. ഇതാണ് കൊറി പ്രോസസറിൽ നടക്കുന്നത്. കൊറീസിനെ കൺവേർട്ട് ചെയ്തിട്ട് DBMS അണ്ടർസ്റ്റാൻഡബിൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് കൊറി പ്രോസസർ യൂസ് ചെയ്യുന്നത്. കൊറി പ്രോസസറിന് 2 പാർട്ടാണുള്ളത്, പാർസറും കൊറി ഒപ്റ്റിമൈസറും. അപ്പം പാർസർ സിന്റാക്സ് എറർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനും പാർസർ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും സിന്റാക്സ്റ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള കൊറീസിനെ എക്സിക്യൂട്ട് ചെയ്യാനും. ഇതാണ് കൊറി പ്രോസസർ. അപ്പൊ അത് മനസ്സിലായില്ലേ? ഇപ്പൊ DML പ്രീ കമ്പൈലർ പറഞ്ഞു, കൊറി പ്രോസസർ കഴിഞ്ഞു. DML പ്രീ കമ്പൈലർ എന്തായിരുന്നു? DML പ്രീ കമ്പൈലർ ഈ നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോഗ്രാമുമായിട്ട് എംബഡഡ് ആയിട്ടുള്ള കൊറീസിനെ കൺവേർട്ട് ചെയ്തിട്ട് പ്രൊസീജറൽ കോൾ ആയിട്ട് കൺവേർട്ട് ചെയ്യാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്, DML പ്രീ കമ്പൈലർ യൂസ് ചെയ്യുന്നത്. ഇനി കറക്റ്റ് കോഡ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഈ പ്രീ കമ്പൈലർ എന്തുമായിട്ട് ഇന്ററാക്ട് വിത്ത് കൊറി പ്രോസസർ. ഇത്രയും അപ്പോൾ DML പ്രീ കമ്പൈലർ കഴിഞ്ഞു, കൊറി പ്രോസസർ കഴിഞ്ഞു. ഇനി അടുത്തത് DDL കമ്പൈലർ. DDL കമ്പൈലർ എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ, DDL എന്ന് പറഞ്ഞാൽ എന്താ, ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്. അപ്പം DDL കമ്പൈലർ DDL സ്റ്റേറ്റ്മെന്റ്സിനെ കൺവേർട്ട് ചെയ്തിട്ട് എന്താക്കും, ആ ടേബിളിന്റെ സ്ട്രക്ചറിന്റെ ഡാറ്റാസ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് എവിടെ സ്റ്റോർ ചെയ്യും, കാറ്റലോഗ് അല്ലെങ്കിൽ ഡാറ്റ ഡിക്ഷണറിയിൽ സ്റ്റോർ ചെയ്യും. നേരെ DDL കമ്പൈലറിന് നേരെ ഡാറ്റ ഡിക്ഷണറിയിലേക്ക് കണ്ടോ. അപ്പം ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ആണ് DDL കമാൻഡ്സ് കൊടുക്കുന്നത്, അല്ലെ ഡാറ്റാബേസിന്റെ സ്ട്രക്ചറിന്റെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ DDL കമാൻഡ്സ് കൊടുക്കുന്നത് ആരാ, ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ കൊടുത്ത DDL കമാൻഡിനെ കൺവേർട്ട് ചെയ്യുന്നത് DDL കമ്പൈലർ ആണ്. കൺവേർട്ട് ചെയ്തിട്ട് ഡാറ്റാബേസിനെ കുറിച്ച് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ സ്ട്രക്ചറിനെ പറ്റിയുള്ള ഡാറ്റാസ് ഒക്കെ എവിടെ സ്റ്റോർ ചെയ്യും, ഡാറ്റ ഡിക്ഷണറിയിൽ കൊണ്ടുപോയിട്ട് സ്റ്റോർ ചെയ്യും. അതാണ് DDL കമ്പൈലർ ചെയ്യുന്നത്. അപ്പോൾ DDL കമ്പൈലർ DDL സ്റ്റേറ്റ്മെന്റ്സിനെ കൺവേർട്ട് ചെയ്തിട്ട് സെറ്റ് ഓഫ് ടേബിൾസ് കണ്ടെയ്നിങ് മെറ്റാ ഡാറ്റ ടേബിൾസ് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അത് എവിടെ സ്റ്റോർ ചെയ്യും, കാറ്റലോഗ് ഓർ ഡാറ്റ ഡിക്ഷണറിയിൽ സ്റ്റോർ ചെയ്യും. അപ്പൊ അതാണ് DDL കമ്പൈലർ. അപ്പൊ DDL കമ്പൈലർ, കൊറി പ്രോസസർ, DML പ്രീ കമ്പൈലർ കഴിഞ്ഞു. ഇനി അടുത്തത് ഫയൽ മാനേജർ. ഫയൽ മാനേജർ എന്താ ചെയ്യുന്നത്, ഫയൽ അലോക്കേറ്റ് ചെയ്യാം. ഡാറ്റാസ് ടേബിൾസോ അല്ലെങ്കിൽ ഡാറ്റാസോ ഒക്കെ സ്റ്റോർ ചെയ്യാൻ ഫയൽ സിസ്റ്റത്തിലെ അല്ലെങ്കിൽ ഡിസ്ക് സ്റ്റോറേജിലെ ഡിസ്ക് സ്റ്റോറേജിന്റെ സ്പേസ് അലോക്കേറ്റ് ചെയ്യുക. ഇനി സ്പേസിങ്
മാനേജ് ചെയ്യുന്നതൊക്കെ ആരാ? ഫയൽ മാനേജറാ. ഇനി അടുത്തത് ഡാറ്റാബേസ് മാനേജർ. ഡാറ്റാബേസ് മാനേജറിന്റെ ഫങ്ഷൻസ് ഡാറ്റാബേസ് മാനേജർ എന്തൊക്കെയാ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ദി ഇന്റർഫേസ് ബിറ്റ്വീൻ ലോ ലെവൽ ഡാറ്റ, ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ആൻഡ് ക്വറീസ്. ഡാറ്റാബേസ് മാനേജർ എന്ന് പറഞ്ഞ പ്രോഗ്രാം മൊഡ്യൂൾ എന്തിനൊക്കെ റെസ്പോൺസിബിളാ? ഡാറ്റാബേസുമായിട്ട് ഇന്ററാക്ഷൻ ചെയ്യണം. ഇന്ററാക്ഷൻ വിത്ത് ഡാറ്റാബേസ്, പിന്നെ ഇന്ററാക്ഷൻ വിത്ത് ഫയൽ മാനേജർ, പിന്നെ കൺസിസ്റ്റൻസി, സെക്യൂരിറ്റി, ഇന്റഗ്രിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. ഇതൊക്കെ ചെയ്യുന്നത് ഡാറ്റാബേസ് മാനേജർ മൊഡ്യൂളാ. പിന്നെ നമ്മൾ പറഞ്ഞു ഇതിൽ സൈമിൾട്ടേനിയസ് ആയിട്ട് മെനി ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ മൾട്ടി യൂസേഴ്സിന് ഡാറ്റാബേസ് യൂസ് ചെയ്യാന്ന് പറഞ്ഞു. അതിനൊക്കെ സിങ്ക്രണൈസ് ചെയ്യണം. സൈമിൾട്ടേനിയസ് ഓപ്പറേഷൻ പെർഫോം പല യൂസേഴ്സും സൈമിൾട്ടേനിയസ് ആയിട്ട് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യും. അതിനൊക്കെ സിങ്ക്രണൈസ് ചെയ്യണം. ഇതൊക്കെ ഡാറ്റാബേസ് മാനേജറിന്റെ അണ്ടറിലാണ് ചെയ്യുക, സിങ്ക്രണൈസേഷൻ. പിന്നെ ബാക്കപ്പ് ആൻഡ് റിക്കവറി, ഇതൊക്കെ ഡാറ്റാബേസ് മാനേജർ എന്ന് പറഞ്ഞ മൊഡ്യൂളിന്റെ അണ്ടറിൽ വരുന്നതാ. കൺകറൻസി കൺട്രോൾ, ബാക്കപ്പ് ആൻഡ് റിക്കവറി, സെക്യൂരിറ്റി എൻഫോഴ്സ്മെന്റ്, പിന്നെ ഇന്റഗ്രിറ്റി നോക്കണം, പിന്നെ ഫയൽ മാനേജറായിട്ട് ഇന്ററാക്ട് ചെയ്യണം. ഇതൊക്കെ വരുന്നത് ഡാറ്റാബേസ് മാനേജറിന്റെ അണ്ടറിലാണ്. അത് കഴിഞ്ഞു. ക്വറി പ്രോസസറും കഴിഞ്ഞു. നെക്സ്റ്റ് ഏതായിരുന്നു? ഇനി അടുത്ത ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ. അപ്പൊ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ എന്താണെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ? മൊത്തം ഡാറ്റാബേസിന്റെ കൺട്രോൾ, പേഴ്സൺ ഹാവിങ് കൺട്രോൾ ഓവർ ദി സിസ്റ്റം, അതിനാണ് നമ്മൾ എന്താ പറയാ? ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയാ. അപ്പൊ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററിന്റെ മെയിൻ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? മൊത്തം ഡാറ്റാബേസിന്റെ കൺട്രോൾ. ഇനി ഈ 3 ലെവൽസ് ഓഫ് എബ്സ്ട്രാക്ഷൻ നമ്മൾ പഠിച്ചു. ഇന്റേണൽ, കൺസെപ്ച്വൽ ആൻഡ് ഏതായിരുന്നു? എക്സ്റ്റേണൽ. ഇത് തമ്മിലുള്ള മാപ്പിംഗ് ബിറ്റ്വീൻ ഇന്റേണൽ ആൻഡ് കൺസെപ്ച്വൽ ആൻഡ് എക്സ്റ്റേണൽ. ഇതൊക്കെ ഡിഫൈൻ ചെയ്യുന്നത് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററാ. പിന്നെ ഏതൊക്കെ യൂസേഴ്സിന് ഡാറ്റാബേസിൽ എന്തൊക്കെ പെർമിഷൻസ് ഉണ്ട്? എല്ലാ യൂസേഴ്സിനും ഡാറ്റാബേസിൽ മൊത്തം ആക്സസ് കിട്ടില്ല. ഇപ്പൊ നമ്മുടെ JDTന്റെ ഡാറ്റാബേസ് നമ്മൾ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞു, അത് തന്നെ പറയാം. സ്റ്റുഡൻസിന് എന്തിന്റെ പെർമിഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ? ഓരോ സ്റ്റുഡന്റിനും അവരുടെ ഡീറ്റെയിൽസ് നോക്കാനുള്ള പെർമിഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. സ്റ്റാഫ്സിന്റെ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ ആ കോളേജിന്റെ മറ്റു ഡീറ്റെയിൽസ് ഒന്നും ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഓരോ യൂസേഴ്സിനും പെർമിഷൻ ലിമിറ്റഡ് ആയിരിക്കും. അപ്പൊ ഓരോ യൂസേഴ്സിനും എന്തൊക്കെ പെർമിഷൻ കൊടുക്കണം, എന്തൊക്കെ പെർമിഷൻ ഗ്രാന്റ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററാ. അപ്പൊ ടേബിളിന്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കണം എന്ന് നോക്കുന്ന ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററിന്റെ മെയിൻ ഫങ്ഷൻസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, സ്കീമ ഡെഫിനിഷൻ. സ്കീമ എന്ന് പറഞ്ഞാൽ എന്താ? ഡാറ്റാബേസിന്റെ സ്ട്രക്ചറിനാണ് നമ്മൾ സ്കീമ എന്ന് പറയുന്നത്. അപ്പൊ ഡാറ്റാബേസ് എങ്ങനെയാവണം, അതിന്റെ സ്ട്രക്ചർ എങ്ങനെ വേണം എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററാ. പിന്നെ ഏതൊക്കെ
യൂസേഴ്സിന് എന്തൊക്കെ ഡാറ്റാസ് ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കണം. അതിനാണ് നമ്മൾ ഓതറൈസേഷൻ ഓഫ് ഡാറ്റ ആക്സസ് എന്ന് പറയാം. അപ്പോൾ ഗ്രാൻഡിങ് ഓഫ് ഓതറൈസേഷൻ ഫോർ ഡാറ്റ ആക്സസ് അത് അലൗ ചെയ്യുന്നത് ആരാ? ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററാ. ഇനി അതിൽ എന്താ ഉള്ളത്? ഡാറ്റ ഡിക്ഷണറി അല്ലെങ്കിൽ കാറ്റലോഗ് എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. എന്തായിരുന്നു? എന്താണ് ഡാറ്റ ഡിക്ഷണറി സ്റ്റോർ ചെയ്യുക? മെറ്റാഡാറ്റ. മെറ്റാഡാറ്റ എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ അബൌട്ട് ദി സ്ട്രക്ചർ ഓഫ് ദി ഡാറ്റ അല്ലെങ്കിൽ ഡാറ്റ അബൌട്ട് ഡാറ്റ, അതിനാണ് നമ്മൾ മെറ്റാഡാറ്റ എന്ന് പറയുക. അപ്പൊ ഡാറ്റ ഡിക്ഷണറിയിൽ മെറ്റാഡാറ്റയാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പൊ ഓരോ ഫേസിലും സ്ട്രക്ചറിന്റെയും ഡാറ്റാസിന്റെ ഒക്കെ ഡീറ്റെയിൽസ് എന്തിൽ സ്റ്റോർ ചെയ്യും? ഡാറ്റ ഡിക്ഷണറിയിൽ സ്റ്റോർ ചെയ്യും. ഇത്രയാണ് ഫിസിക്കൽ ആർക്കിടെക്ചറിൽ വരുന്നത്. അപ്പൊ ഫിസിക്കൽ ഡാറ്റാബേസ് ആർക്കിടെക്ചറിൽ എന്തൊക്കെ വരുന്നുണ്ട്? ക്വറി പ്രോസസർ, DML പ്രീ കമ്പൈലർ, DDL കമ്പൈലർ, ഡാറ്റാബേസ് മാനേജർ, ഫയൽ മാനേജർ, പിന്നെ ഡാറ്റ ഡിക്ഷണറി ഉണ്ട്, പിന്നെ ഡാറ്റ ഫയൽസും ഉണ്ട്, പിന്നെ ക്വറി കൊടുക്കും. അതേപോലെ തന്നെ ഡാറ്റ അഡ്മിനിസ്ട്രേറ്റർ ആണ് ഡാറ്റാബേസ് സ്കീമ കൊടുക്കുന്നത്. പിന്നെ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ഉണ്ടാവും, നോർമൽ യൂസേഴ്സ്, ജനറൽ യൂസേഴ്സ് ഉണ്ടാവും. ഇത്രയൊക്കെയാണ് ഫിസിക്കൽ DBMS ആർക്കിടെക്ചറിൽ വരുന്നത്. ഇപ്പൊ ഫിസിക്കൽ DBMS ആർക്കിടെക്ചറിന്റെ ഒരു ഐഡിയ കിട്ടിയില്ലേ? ഓക്കെ. നെക്സ്റ്റ് വരുന്നത് കൊമേഴ്ഷ്യൽ ഡാറ്റാബേസ് ആർക്കിടെക്ചർ. അത് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നുമില്ല, ജസ്റ്റ് കൊമേഴ്ഷ്യൽ ഡാറ്റാബേസ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൊമേഴ്ഷ്യൽ ഡാറ്റാബേസ് ആർക്കിടെക്ചറിൽ ഡാറ്റാബേസിന് രണ്ട് പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ബാക്ക് എൻഡും രണ്ടാമത്തത് ഫ്രണ്ട് എൻഡും. കൊമേഴ്ഷ്യൽ ഡാറ്റാബേസ് ആർക്കിടെക്ചറിൽ നമ്മൾ മൊത്തം ഡാറ്റാബേസിന് രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ബാക്ക് എൻഡ്, ഒന്ന് ഫ്രണ്ട് എൻഡ്. ഇനി ബാക്ക് എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫിസിക്കൽ ഡാറ്റാബേസിനെ മാനേജ് ചെയ്യാം. അപ്പൊ ബാക്ക് എൻഡ് ഈസ് റെസ്പോൺസിബിൾ ഫോർ മാനേജിങ് ദി ഫിസിക്കൽ ഡാറ്റാബേസ്. ഫിസിക്കൽ ഡാറ്റാബേസിനെ സപ്പോർട്ട് ചെയ്യുക, മാനേജ് ചെയ്യുക, അതിന് വേണ്ട സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ മാപ്പിംഗ്, നമ്മൾ 3 ലെവൽസ് പറഞ്ഞു. ഈ ലെവൽസ് തമ്മിലുള്ള ഇന്റേണൽ, കൺസെപ്ച്വൽ ആൻഡ് എക്സ്റ്റേണൽ, ഈ ലെവൽസ് തമ്മിലുള്ള മാപ്പിംഗ്, ഇതൊക്കെ വരുന്നത് ഏതില്ല? ബാക്ക് എൻഡില്ല. ഇപ്പൊ റെസ്പോൺസിബിൾ ഫോർ മാനേജിങ് ഫിസിക്കൽ ഡാറ്റാബേസ്, പിന്നെ പ്രൊവൈഡിങ് നെസസറി സപ്പോർട്ട് ആൻഡ് മാപ്പിംഗ്, ഇതാണ് ബാക്ക് എൻഡിൽ വരുന്നത്. ഈ രണ്ടാമത്തെ പാർട്ട് നമ്മൾ പറഞ്ഞു ഫ്രണ്ട് എൻഡ് ആണ്. ഫ്രണ്ട് എൻഡിൽ വരുന്നത് ഏതാ? ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ആയിരിക്കും. ഈ ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഈ DBMSന്റെ ടോപ്പിലാണ് റൺ ചെയ്യുക. അപ്പൊ കൊമേഴ്ഷ്യൽ ഡാറ്റാബേസ് ആർക്കിടെക്ചർ നോക്കുമ്പോൾ 2 പാർട്ടാണുള്ളത്, ബാക്ക് എൻഡും ഫ്രണ്ട് എൻഡും. ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് കൂടിയാണോ ഡാറ്റാബേസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിനാണ് നമ്മൾ എന്ത് പറയാ? ഫ്രണ്ട് എൻഡ് എന്ന് പറയാ. ബാക്ക് എൻഡ് എന്ന് പറഞ്ഞാൽ ഡാറ്റാബേസിന്റെ ഫിസിക്കൽ ഡാറ്റാബേസ് ആണ് ബാക്ക് എൻഡിൽ വരുന്നത്. ഇപ്പൊ നമ്മളൊരു പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് PHPയിലോ അല്ലെങ്കിൽ ജാവയിലോ ഒക്കെ നമ്മൾ കോഡ് എഴുതും. അതുമായിട്ട് ആ ജാവയെന്നാണ് എന്തിലേക്ക് കണക്ട് ചെയ്യുക? ഡാറ്റാബേസിലേക്ക് കണക്ട് ചെയ്യുക, SQL ആയിട്ട് കണക്ട് ചെയ്യുക. അപ്പൊ SQL ബാക്ക് എൻഡ് നമ്മൾ ഏതിലാണോ, ജാവയിലാണോ PHPയിലാണോ ഏതിലാണോ പ്രോഗ്രാം ചെയ്യുന്നത് ആ ലാംഗ്വേജ് ഫ്രണ്ട് എൻഡ് ആണ് കൊമേഴ്ഷ്യൽ ഡാറ്റാബേസ് ആർക്കിടെക്ചറിൽ വരുന്നത്. ഇനി അടുത്തത് വരുന്നത് ഡാറ്റ മോഡൽസ് ആണ്. ഇനി ഡാറ്റാബേസിന്റെ കേസ് പറയുമ്പോൾ അവിടെ പല ടൈപ്പ് ബേസിക് സ്ട്രക്ചേഴ്സ് വരുന്നുണ്ട്. മെനി ബേസിക് സ്ട്രക്ചേഴ്സ് എക്സിസ്റ്റ് ഇൻ ഡാറ്റാബേസ് സിസ്റ്റം. ഈ സ്ട്രക്ചറിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡാറ്റാബേസ് മൊഡ്യൂൾസ് എന്ന് പറയുന്നത്.
മെനി ബേസിക് സ്ട്രക്ചേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഡാറ്റാബേസ് സിസ്റ്റത്തിന്റെ കേസിൽ. ഈ സ്ട്രക്ചേഴ്സിനാണ് നമ്മൾ ഡാറ്റാബേസ് മോഡൽസ് എന്ന് പറയുന്നത്. ഈ ഡാറ്റാബേസ് മോഡൽസിൽ നമ്മൾ എന്തൊക്കെയാ ഡിഫൈൻ ചെയ്യുന്നത്? ഡാറ്റാന്റെ സ്ട്രക്ചർ, ലോജിക്കൽ ഡാറ്റ സ്ട്രക്ചർ, ഡാറ്റ റിലേഷൻഷിപ്പ്, ഡാറ്റ കൺസിസ്റ്റൻസി, കൺസ്ട്രെയിൻസ്, ഇതൊക്കെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഇപ്പൊ കൺസ്ട്രെയിൻസ് എന്താണ്, റിലേഷൻഷിപ്പ് എന്താന്നൊക്കെ നിങ്ങൾക്ക് നെക്സ്റ്റ് ചാപ്റ്ററിൽ വരുന്നുണ്ട് കേട്ടോ. ഇനി മെയിൻ ആയിട്ട് വരുന്ന ഡാറ്റ മോഡൽസ്, ടൈപ്സ് ഓഫ് ഡാറ്റ മോഡൽസ്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഒബ്ജക്ട് ബേസ്ഡ് മോഡൽ. ഒബ്ജക്ട് ബേസ്ഡ് മോഡൽ ഉണ്ട്, പിന്നെ റെക്കോർഡ് ബേസ്ഡ് ലോജിക്കൽ മോഡൽ ഉണ്ട്, ഹൈറാർക്കിക്കൽ ഡാറ്റ മോഡൽ ഉണ്ട്. ഇനി ഒബ്ജക്ട് ബേസ്ഡ് മോഡലില് നമ്മൾ ഒബ്ജക്ട്സിനാണ് ഡാറ്റ റെപ്രസെന്റേഷൻ കമ്പോണൻസിന്റെ കീ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഒബ്ജക്ട് ബേസ്ഡ് മോഡലില് എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡൽ ഉണ്ട്, ഒബ്ജക്ട് ഓറിയന്റഡ് മോഡൽ ഉണ്ട്. ഒബ്ജക്ട് മോഡലിന്റെ അണ്ടറിൽ വരുന്ന എക്സാമ്പിൾസ് ആണിത്. എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡലും ഒബ്ജക്ട് ഓറിയന്റഡ് മോഡലും. അപ്പൊ എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡലിൽ നമ്മൾ റിയൽ വേൾഡ് ഒബ്ജക്ട്സിന് നമ്മൾ എൻറ്റിറ്റീസ് എന്ന് പറയും. എൻറ്റിറ്റീസും അത് തമ്മിലുള്ള റിലേഷൻസും ആണ് എന്തിൽ വരുന്നത്? എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡലിൽ വരുന്നത്. ഈ എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡലിനെ നമ്മൾ ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ ER ഡയഗ്രം ഒക്കെ യൂസ് ചെയ്യും. അടുത്ത ചാപ്റ്ററിൽ നിങ്ങൾ ER ഡയഗ്രംസ് പഠിക്കുന്നുണ്ട്. ഇനി ഒബ്ജക്ട് ഓറിയന്റഡ് മോഡൽസ് ആണ് രണ്ടാമത്തെ എക്സാമ്പിൾ, ഒബ്ജക്ട് ബേസ്ഡ് മോഡൽ. അതിൽ ഡാറ്റാബേസിനെ നമ്മൾ കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഡാറ്റാബേസ് ആസ് എ കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. ഇനി അതിൽ ഇന്റർ റിലേഷൻഷിപ്സും കൺസ്ട്രെയിൻസും ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഒബ്ജക്റ്റ് കൂടി. ഒബ്ജക്ട്സ് ആൻഡ് ലിങ്ക്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒബ്ജക്ട് ഓറിയന്റഡ് മോഡലിൽ ഇന്ററാക്ട് ചെയ്യുന്നത്. ലിങ്ക്സ് ആൻഡ് മെസ്സേജ് പാസിംഗ് മെക്കാനിസം ആണ് യൂസ് ചെയ്യുന്നത് ഒബ്ജക്ട്സ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ഇനി അടുത്താണ് റെക്കോർഡ് ബേസ്ഡ് ലോജിക്കൽ മോഡൽ. റെക്കോർഡ് ബേസ്ഡ് മോഡലിൽ നമ്മൾ ഡാറ്റ റെപ്രസെന്റ് ചെയ്യുന്ന കീ കമ്പോണന്റ് ആയിട്ട് നമ്മൾ റെക്കോർഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ റെക്കോർഡ്സ് ആയിട്ടാണ് റെക്കോർഡ് ബേസ്ഡ് ലോജിക്കൽ മോഡലിൽ റെക്കോർഡ്സ് ആയിട്ടാണ് ഡാറ്റാസ് സ്റ്റോർ ചെയ്യുന്നത്. അതിൽ വരുന്നതാണ് റിലേഷണൽ മോഡൽ. അപ്പൊ ഒബ്ജക്ട് ബേസ്ഡ് മോഡലിൽ രണ്ട് എക്സാമ്പിൾ പറയുന്നുണ്ട്, എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡലും ഒബ്ജക്ട് ഓറിയന്റഡ് മോഡലും. ഇനി റെക്കോർഡ് ബേസ്ഡ് ലോജിക്കൽ മോഡൽസിൽ വരുന്നതാണ് റിലേഷണൽ മോഡൽ. റിലേഷണൽ മോഡലിൽ നമ്മൾ ടേബിൾസ് ആയിട്ടാണ് ഡാറ്റാസിനെ സ്റ്റോർ ചെയ്യുന്നത്. കളക്ഷൻ ഓഫ് റെക്കോർഡ്സിനാണ് നമ്മൾ ടേബിൾസ് എന്ന് പറയാം. അതായത് ഓരോ റെക്കോർഡും ഓരോ റോ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പം റോസ് ആയിട്ടാണ് ഓരോ റോസിനെ ഓരോ റെക്കോർഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കളക്ഷൻ ഓഫ് റെക്കോർഡ്സിനാണ് നമ്മൾ എന്ത് പറയാ, ഒരു ടേബിൾ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മോഡലാണ് റിലേഷണൽ മോഡൽ. പിന്നെ അടുത്ത അതിൽ തന്നെ വരുന്ന മറ്റൊരു എക്സാമ്പിൾ ആണ് നെറ്റ്വർക്ക് മോഡൽ. നെറ്റ്വർക്ക് മോഡലിൽ ഓരോ റെക്കോർഡ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ലിങ്ക്സ് ആയിട്ടുമാണ്, ഡാറ്റാസിനെ റെക്കോർഡ്സ് ആയിട്ടും റെക്കോർഡ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ ലിങ്ക്സ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ മോഡലാണ് ഹൈറാർക്കിക്കൽ മോഡൽ. ഹൈറാർക്കിക്കൽ മോഡലിൽ ഡാറ്റാസിനെയും അത് തമ്മിലുള്ള റിലേഷൻഷിപ്പും ഒരു ഹൈറാർക്കി ഓഫ് ഡാറ്റാ വാല്യൂസിന്റെ ഹൈറാർക്കീസ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരു ഫിഗർ ഉണ്ട്, കാണിച്ചു തരാം. കണ്ടോ, ഹൈറാർക്കീസ് ഓഫ് ഡാറ്റാസ് ആൻഡ് റിലേഷൻസ് ആയിട്ടാണ് നമ്മൾ എന്ത് ഹൈറാർക്കിക്കൽ മോഡൽ റെപ്രസെന്റ് ചെയ്യാം. കാണുന്നുണ്ടോ? ഓക്കെ. അപ്പൊ ഇത്രയാണ് യൂണിറ്റ് 1 വരുന്നത്.
അപ്പൊ ഫസ്റ്റ് യൂണിറ്റ് കംപ്ലീറ്റ് ആയി. ഫസ്റ്റ് യൂണിറ്റ് ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ ഫസ്റ്റ് ചാപ്റ്ററിൽ എന്തൊക്കെയാ പഠിച്ച? ആരെന്താ റെസ്പോണ്ട് ചെയ്യാത്ത? ഇപ്പൊ ഫസ്റ്റ് യൂണിറ്റിൽ എന്തൊക്കെയാ വന്ന മെയിൻ ആയിട്ട്? ഫയൽ സിസ്റ്റം, എന്തൊക്കെയാ വന്ന? സെക്കൻഡ് എന്താ ഫയൽ സിസ്റ്റം, DBMS, അഡ്വാൻറ്റേജസ് ഓഫ് ഫയൽ സിസ്റ്റം. ഓക്കെ, ഫീൽഡ് എന്താന്ന് ആരോ ചോദിച്ചിട്ടുണ്ട് അല്ലേ? ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഡാറ്റ ഹോൾഡ് ചെയ്യുന്ന ഓരോ ഡാറ്റ ഹോൾഡ് ചെയ്യുന്ന സ്പേസിന് നമ്മൾ പറയുന്ന പേരാണ് ഫീൽഡ്. ഡാറ്റ ഹോൾഡ് ചെയ്യുന്ന സ്പേസിനാണ് നമ്മൾ ഫീൽഡ് എന്ന് പറയുന്നത്. ഇപ്പൊ എല്ലാ ഡാറ്റാബേസ് എന്ന് പറഞ്ഞാലും കളക്ഷൻ ഓഫ് ടേബിൾസ് ആണ്. ഓരോ ടേബിളിനും ഫീൽഡ്സ് ഉണ്ടാവും. ഫീൽഡ്സ് എന്ന് പറഞ്ഞാൽ ടു ഹോൾഡ് ദി ഡാറ്റ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫീൽഡ്സ്. ഡാറ്റാസ് അല്ലെങ്കിൽ കൺസ്ട്രെയിൻസ് ഹോൾഡ് ചെയ്യുന്ന സ്പേസിനാണ് നമ്മൾ ഫീൽഡ് എന്ന് പറയുക. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ നേരത്തെ എക്സാമ്പിളില് സ്റ്റുഡന്റ് എക്സാമ്പിൾ രജിസ്റ്റർ നമ്പർ, നെയിം, അഡ്രസ്, ഫോൺ നമ്പർ ഒക്കെ കൊടുത്തു. ഓരോ ഫോൺ നമ്പറും അല്ലെങ്കിൽ ഓരോ നെയിം എന്താ? ഓരോ ഫീൽഡുകളാ. ഫീൽഡ് എന്താ? ഡാറ്റാബേസ് ആർക്കിടെക്ചർ ഒരു ഫീൽഡ് ട്രിബ്യൂട്ട് മെസ്സേജ് അയക്കുന്നതിന് പകരം നിങ്ങൾക്ക് ചോദിച്ചൂടെ? മെസ്സേജ് മനസ്സിലായില്ല ലാസ്റ്റ് വന്നത്.
ലാസ്റ്റ് എന്താ അയച്ചത്? ഈ ആട്രിബ്യൂട്ടിന്റെ അടിയിൽ ആ ഒരു കോളാണോ ഫീൽഡ് പറയണേ? ഓരോ വാല്യൂസിനും ഓരോ ഫീൽഡ് എന്ന് പറയും. ഇപ്പം നമ്മൾ രജിസ്റ്റർ നമ്പർ, നെയിം, അഡ്രസ്, ഫോൺ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനെ കുറെ ഫീൽഡ്സ് ഉണ്ട്. ഓരോന്നിന്റെ നെയിം 101 ഒരു ഫീൽഡാ. അതിന് നമ്മൾ പ്രൈമറി കീയോ അല്ലെങ്കിൽ കൺസ്ട്രെയിൻസ് കൊടുത്തിട്ട് അതൊക്കെ ഫീൽഡാ. അപ്പൊ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ഡാറ്റയ്ക്കാണ് ഡാറ്റാസ് ഹോൾഡ് ചെയ്യാനാണ് നമ്മൾ ഫീൽഡ്സ് യൂസ് ചെയ്യുന്നത്. ഡാറ്റാസോ അല്ലെങ്കിൽ കൺസ്ട്രെയിൻസോ. ഓക്കെ. ഈ ചാപ്റ്ററിൽ നമ്മള് ജസ്റ്റ് എന്തൊക്കെ നോക്കി? ഫസ്റ്റ് ഫയൽ സിസ്റ്റം എന്താന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ ഫയൽ സിസ്റ്റത്തിന്റെ ഡിസഡ്വാൻറ്റേജസ് പറഞ്ഞു. അത് ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ ഡാറ്റാബേസ് അപ്രോച്ച് കൺസെപ്റ്റ് വന്നെന്ന് പറഞ്ഞു. ഡാറ്റാബേസ് കൺസെപ്റ്റ് എന്താന്ന് പറഞ്ഞു. അതിൻ്റെ ഉള്ളിൽ അഡ്വാൻറ്റേജസ് ഓഫ് ഡാറ്റാബേസ് പറഞ്ഞു. പിന്നെ അതിനുശേഷം എന്താ പറഞ്ഞത്? പിന്നെ ആർക്കിടെക്ചർ പറഞ്ഞു. ഫസ്റ്റ് 2 types ഓഫ് ആർക്കിടെക്ചർ പറഞ്ഞു, ഫിസിക്കൽ ആൻഡ് ലോജിക്കൽ. ഫസ്റ്റ് ലോജിക്കൽ ആർക്കിടെക്ചർ പറഞ്ഞു. അതിനാണ് 3 level ആർക്കിടെക്ചർ എന്ന് പറയാന്ന് പറഞ്ഞു. 3 ലെവൽസ് പറഞ്ഞു. എക്സ്റ്റേണൽ, കൺസെപ്ച്വൽ ആൻഡ് ഫിസിക്കൽ അല്ലെങ്കിൽ ഇന്റേണൽ. അതിനുശേഷം നമ്മൾ ഫിസിക്കൽ ഡാറ്റ ആർക്കിടെക്ചർ പറഞ്ഞു. അപ്പൊ നമ്മൾ അതിൽ ഓരോ കുറെ സോഫ്റ്റ്വെയറിന് നമ്മൾ കുറെ കമ്പോണൻസ് ആയിട്ടാണ് ഫിസിക്കൽ ആർക്കിടെക്ചറിൽ ഓരോ കമ്പോണന്റിനും ഓരോ ഫംഗ്ഷനാലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറെ കമ്പോണൻസ് അല്ലെങ്കിൽ മൊഡ്യൂൾസ് പറഞ്ഞു. അതിന്റെയൊക്കെ എന്തിനാ യൂസ് ചെയ്യുന്നതെന്നും പറഞ്ഞു. ക്വറി പ്രോസസർ, പ്രീ കമ്പൈലർ, DML പ്രീ കമ്പൈലർ, DDL കമ്പൈലർ എന്നൊക്കെ പറഞ്ഞിട്ട് ഡാറ്റാബേസ് മാനേജർ, ഫയൽ മാനേജർ, അങ്ങനെ കുറെ പറഞ്ഞു. ക്വറി പ്രോസസർ, ഇതൊക്കെ ഇങ്ങനെ കുറെ കമ്പോണൻസ് അല്ലെങ്കിൽ മൊഡ്യൂൾസ് പറഞ്ഞു ലോജിക്കലില്. അതിനുശേഷം എന്ത് പറഞ്ഞു? പിന്നെ നെക്സ്റ്റ് പോർഷൻ എന്തായിരുന്നു? പിന്നെ കൊമേഴ്ഷ്യൽ ഡാറ്റാബേസ് ആർക്കിടെക്ചറും കൂടി പറഞ്ഞു. അതിൽ ബാക്ക് ആൻഡ് ഫ്രണ്ട് എൻഡ് രണ്ടായിട്ടാണ് ഡാറ്റാബേസിനെ ഡിവൈഡ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം ഡാറ്റാബേസ് മോഡൽസ് പറഞ്ഞു. ഒബ്ജക്ട് ബേസ്ഡ് മോഡൽ പറഞ്ഞു, റെക്കോർഡ് ബേസ്ഡ് ലോജിക്കൽ മോഡൽസ് പറഞ്ഞു, ഹൈറാർക്കിക്കൽ മോഡൽ പറഞ്ഞു. ഇത്രയാണ് ഫസ്റ്റ് യൂണിറ്റിൽ വരുന്നത്. ഫസ്റ്റ് യൂണിറ്റ് എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ. ഇനി സെക്കൻഡ് യൂണിറ്റിലേക്ക് പോയാലോ? ഇതൊക്കെ ബ്ലോക്ക് 1-ലത്തെ തന്നെയാണ് കേട്ടോ. ബ്ലോക്ക് 1-ൽ 4 യൂണിറ്റ്സ് ഉള്ളത്. അതിലത്തെ സെക്കൻഡ് യൂണിറ്റ്. സെക്കൻഡ് യൂണിറ്റിൽ റിലേഷണൽ മോഡൽസും ER മോഡൽസും ഒക്കെയാണ് സെക്കൻഡ് യൂണിറ്റിൽ വരുന്നത്. റിലേഷണൽ മോഡൽ വരുന്നുണ്ട്, പിന്നെ കൺസ്ട്രെയിൻസ്, പിന്നെ എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡൽ, എൻറ്റിറ്റി റിലേഷൻഷിപ്പ് ഡയഗ്രാം, ഇത്രയൊക്കെയാണ് സെക്കൻഡ് മോഡ്യൂളിൽ വരുന്നത്. ഓക്കെ, ഒരു സെക്കൻഡ്. അപ്പൊ നമ്മൾ ഡാറ്റ മോഡൽസ് പറഞ്ഞപ്പോ റിലേഷണൽ മോഡൽ എന്താന്ന് ജസ്റ്റ് പറഞ്ഞു. എന്തായിരുന്നു റിലേഷണൽ മോഡൽ നമ്മൾ പറഞ്ഞത്? ഫസ്റ്റ് യൂണിറ്റിൽ ജസ്റ്റ് മോഡൽസ് പറഞ്ഞപ്പോ റിലേഷണൽ മോഡൽ എന്താന്ന് പറഞ്ഞു. ഇതൊക്കെയാന്ന് പറഞ്ഞ റിലേഷണൽ മോഡലിൽ ഡാറ്റാബേസിനെ നമ്മൾ കളക്ഷൻ ഓഫ് റിലേഷൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഡാറ്റാബേസ് ഈസ് റെപ്രസെന്റഡ് ആസ് എ കളക്ഷൻ ഓഫ് റിലേഷൻസ്. ഓരോ റിലേഷനും ഓരോ ടേബിളും ഓരോ റിലേഷൻ ആയിട്ടാണ് റിലേഷണൽ മോഡലിൽ കൺസിഡർ ചെയ്യുന്നത്. റിലേഷണൽ മോഡലാണ് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന മോഡൽ. അതിന് അക്യുറസി, അതിന്റെ മെയിൻ അഡ്വാൻറ്റേജസ് ആണ് അക്യുറസി, ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഈസ് ഓഫ് യൂസ്. ഇപ്പൊ റിലേഷണൽ മോഡൽസിൽ നമ്മൾ മൊത്തം ടേബിൾസിനെ ഡാറ്റാബേസിനെ കളക്ഷൻ ഓഫ് റിലേഷൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് ഡാറ്റാബേസ് ഈസ് റെപ്രസെന്റഡ് ആസ് എ കളക്ഷൻ ഓഫ്
tables, a collection of relations. Each relation എന്ന് പറഞ്ഞാൽ എന്താ, ഓരോ ടേബിൾ ഓരോ റിലേഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓരോ 2-dimensional ടേബിളും ഓരോ റിലേഷൻ ആയിട്ടാണ് റിലേഷണൽ മോഡൽ കൺസിഡർ ചെയ്യുന്നത്. ഇനി റിലേഷണൽ മോഡലിന്റെ മെയിൻ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഈസ് ഓഫ് യൂസ്, ഫ്ലെക്സിബിലിറ്റി ആൻഡ് അക്യുറസി. പിന്നെ ഇതിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ടേംസ് ആ. അതിൽ ആട്രിബ്യൂട്ട്സ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ടപ്പിൾ എന്താന്ന് പറഞ്ഞില്ലേ, ആട്രിബ്യൂട്ട്സ് നമ്മൾ പറഞ്ഞില്ലേ. എന്തായിരുന്നു ഒരു ടപ്പിൾ എന്ന് പറഞ്ഞാൽ? ഒരു ടേബിളിൽ അല്ലെങ്കിൽ ഒരു റിലേഷനിലെ ഓരോ റോനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാനാണ് നമ്മൾ ടപ്പിൾ എന്ന് പറഞ്ഞ ടേം യൂസ് ചെയ്യുന്നത്. ടപ്പിൾസ് അല്ലെങ്കിൽ റെക്കോർഡ്സ്. ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാലോ ഓരോ കോളത്തിന്റെയും നെയിമിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. നമ്മൾ എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞു, നേരത്തെ സ്റ്റുഡന്റ് ടേബിൾ പറഞ്ഞു, അതിൽ രജിസ്റ്റർ നമ്പർ, നെയിം, അഡ്രസ്, ഫോൺ നമ്പർ, ഇതൊക്കെയാണ് ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞു. അതിൽ ഓരോ സ്റ്റുഡന്റും ഓരോ സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഓരോ റോ ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഈ ഓരോ റോയ്ക്കും നമ്മൾ പറയുന്ന പേരാണ് ടപ്പിൾ എന്ന് പറഞ്ഞു. ഇനി അടുത്ത ടേം ആണ് ഡൊമെയിൻ. ഡൊമെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആട്രിബ്യൂട്ടിന്റെ ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ ആ ആട്രിബ്യൂട്ടിൽ വരാൻ പറ്റുന്ന അല്ലെങ്കിൽ ആ കോളത്തിൽ വരാൻ പറ്റുന്ന പോസിബിൾ ആയിട്ടുള്ള എല്ലാ വാല്യൂസിന്റെയും കളക്ഷൻ ആണ് നമ്മൾ ഡൊമെയിൻ എന്ന് പറയാ. അപ്പൊ നമുക്ക് രജിസ്റ്റർ നമ്പർ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് എടുക്കാം. ആ രജിസ്റ്റർ നമ്പർ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിന്റെ അണ്ടറിൽ വരാൻ പോസിബിൾ ആയിട്ടുള്ള മൊത്തം വാല്യൂസിന്റെ കളക്ഷൻ ആണ് ഡൊമെയിൻ എന്ന് പറയാ. ക്ലിയർ ആണോ ഡൊമെയിൻ എന്താന്ന്? അപ്പം ഒരു ആട്രിബ്യൂട്ടിന് കൊടുക്കാൻ പോസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ പെർമിസിബിൾ ആയിട്ടുള്ള മൊത്തം വാല്യൂസിന്റെ സെറ്റ് ആണ് ഡൊമെയിൻ. അപ്പൊ നമ്മുടെ ടേബിളിലെ ഓരോ ആട്രിബ്യൂട്ടിനും ഒരു ഡൊമെയിൻ ഉണ്ടാവും. ഇനി അടുത്തത് റിലേഷൻ. റിലേഷന് 2 പാർട്ട് ഉണ്ട്, റിലേഷണൽ സ്കീമയും റിലേഷൻ ഇൻസ്റ്റൻസും. സ്കീമ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താ സ്കീമ എന്ന് പറഞ്ഞാൽ? മൊത്തം ടേബിളിന്റെ സ്ട്രക്ചറിനാണ് നമ്മൾ സ്കീമ എന്ന് പറയാം. ഇപ്പൊ റിലേഷൻ സ്കീമയിൽ എന്തൊക്കെ ഉണ്ടാവും? റിലേഷൻസ് നെയിം, ആട്രിബ്യൂട്ട്സ്, ഡൊമെയിൻ, ഓരോ ആട്രിബ്യൂട്ടിന്റെ ഡൊമെയിൻ, ഇതിന്റെ മൊത്തം കളക്ഷനാണ് നമ്മൾ സ്കീമ എന്ന് പറയാം. അപ്പം റിലേഷൻ സ്കീമ സ്പെസിഫൈസ് ദി റിലേഷൻസ് നെയിംസ്, ഇറ്റ്സ് ആട്രിബ്യൂട്ട്സ് ആൻഡ് ഇറ്റ്സ് ഡൊമെയിൻ. റിലേഷണൽ ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ റിലേഷണൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു റിലേഷൻ സ്കീമയിലെ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റിനാണ് നമ്മൾ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടൈമിലുള്ള വാല്യൂവിനാണ് നമ്മൾ റിലേഷൻ ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത ടേംസ് ആണ് സൂപ്പർ കീസ്, കാൻഡിഡേറ്റ്സ് കീസ്, പ്രൈമറി കീസ്, റിലേഷനിലെ കൺസ്ട്രെയിൻസ്. ഇനി സൂപ്പർ കീസിൽ ഫസ്റ്റ് വൺ ആണ് സൂപ്പർ കീസ്. സൂപ്പർ കീ എന്ന് പറഞ്ഞാൽ set of attribute used to identify the record unique in a relation. ഒരു റിലേഷനിൽ യുണീക്ക് ആയിട്ട് ഒരു ടപ്പിളിനെ ഐഡന്റിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന എല്ലാ ആട്രിബ്യൂട്ട്സിന്റെയും കളക്ഷൻ ആണ് നമ്മൾ സൂപ്പർ കീസ് എന്ന് പറയാം. അപ്പൊ സൂപ്പർ കീ എന്ന് പറഞ്ഞാൽ എന്താ? ആട്രിബ്യൂട്ട്, ഒരു സിംഗിൾ ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം, അല്ലെങ്കിൽ ഒന്ന് കൂടുതൽ ആട്രിബ്യൂട്ട്സ് കമ്പൈൻ ചെയ്തിട്ടും നമുക്ക് റെക്കോർഡ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. അപ്പൊ ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് യൂസ് ടു ഐഡന്റിഫൈ ദി റെക്കോർഡ് യൂണീക്ലി, അതിനാണ് നമ്മൾ എന്ത് പറയാ? സൂപ്പർ കീസ് എന്ന് പറയാം. എല്ലാ കീസിന്റെയും കളക്ഷനാണ്. ഇനി മിനിമൽ സൂപ്പർ കീസിന്റെ മിനിമൽ സെറ്റിനാണ് നമ്മൾ കാൻഡിഡേറ്റ് കീ എന്ന് പറയാം.
ഇനി ഈ കാൻഡിഡേറ്റ് കീന്റെ പ്രത്യേകത എന്തൊക്കെയാ? കാൻഡിഡേറ്റ് കീ യുണീക്ക് ആയിരിക്കും. യുണീക്ക് എന്ന് പറഞ്ഞാൽ എന്താ? വാല്യൂ റിപ്പീറ്റ് ചെയ്ത് വരില്ല. ഒരു പ്രാവശ്യം വന്ന വാല്യൂ ഒരു റോയില് ഒരു പ്രാവശ്യം വന്ന വാല്യൂ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരില്ല. അതിനാണ് യുണീക്ക് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എന്തായാലും അതിനൊരു വാല്യൂ ഉണ്ടാവും, അതായത് നള്ളായി പോവില്ല ഒരിക്കലും. അപ്പം കാൻഡിഡേറ്റ് കീ എന്ന് പറഞ്ഞാല് യുണീക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ നള്ളാവാത്ത ആട്രിബ്യൂട്ട്സിന്റെ കളക്ഷൻ ആണ് നമ്മൾ കാൻഡിഡേറ്റ് കീ എന്ന് പറയാം. ഇനി ഈ കാൻഡിഡേറ്റ് കീയിലെ ഒരു കീനെയാണ് നമ്മൾ ടേബിളിന്റെ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യുക. ഇപ്പൊ കാൻഡിഡേറ്റ് കീ എന്ന് പറഞ്ഞാൽ സൂപ്പർ കീ എന്താന്ന് പറഞ്ഞു. സൂപ്പർ കീസിൽ നമുക്ക് എക്സ്ട്രാ ആട്രിബ്യൂട്ട്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ സൂപ്പർ കീസിലെ മിനിമൽ കീസിന് കാൻഡിഡേറ്റ് കീ എന്ന് പറഞ്ഞാൽ മിനിമൽ സൂപ്പർ കീസിനാണ് നമ്മൾ കാൻഡിഡേറ്റ് കീ എന്ന് പറയാ. ഇനി ഈ കാൻഡിഡേറ്റ് കീന്റെ പ്രത്യേകത എന്താ? കാൻഡിഡേറ്റ് കീയിൽ ഉണ്ടാവുന്ന ആട്രിബ്യൂട്ട്സ്, സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് യുണീക്ക് ആയിരിക്കും. പിന്നെ മസ്റ്റ് ആയിട്ടും ഒരു വാല്യൂ ഉണ്ടാവും, ഒരിക്കലും നള്ളാവില്ല. പിന്നെ മിനിമൽ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ആയിരിക്കും. ഇതൊക്കെയാണ് കാൻഡിഡേറ്റ് കീന്റെ പ്രത്യേകത. ഇനി കാൻഡിഡേറ്റ് കീയിൽ നിന്ന് നമ്മൾ ഒരു കീനെ ചൂസ് ചെയ്യും, നമ്മളെ റിലേഷൻ അല്ലെങ്കിൽ ടേബിളിലെ ഓരോ ടപ്പിളിനെ യൂണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി. അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യുന്ന കീക്കാണ് നമ്മൾ പ്രൈമറി കീ എന്ന് പറയാം. ക്ലിയർ ആണോ? ഇനി ഫോറിൻ കീ നമ്മൾ പറഞ്ഞു. ഫോറിൻ കീ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നേരത്തെ പറഞ്ഞതാ ഫോറിൻ കീയും പ്രൈമറി കീ ഒക്കെ. എന്തായിരുന്നു ഫോറിൻ കീ? കേൾക്കുന്നുണ്ടോ നിങ്ങള്? ഓക്കെ. ഇപ്പൊ രണ്ട് ടേബിൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മോർ ദാൻ വൺ ടേബിൾസ് വരുമ്പം വേറൊരു ടേബിളുമായിട്ട് റിലേഷൻ പറയാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഫോറിൻ കീ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ എക്സാമ്പിൾ ഒക്കെ പറഞ്ഞു. സ്റ്റുഡന്റ് ഫീ ടേബിൾ, രണ്ട് ടേബിളിന്റെ എക്സാമ്പിൾ പറഞ്ഞു, സ്റ്റുഡന്റ് ടേബിളും ഫീ ടേബിളും. അപ്പൊ ഫീ ടേബിളിൽ നിന്ന് നമുക്ക് ഏത് സ്റ്റുഡന്റ് ആണെന്നുള്ള ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടി നമ്മൾ ഫീ ടേബിളിൽ നിന്ന് എങ്ങോട്ട് റെഫർ ചെയ്യണം? സ്റ്റുഡന്റ് ടേബിളിലേക്ക് റെഫർ ചെയ്യണം. അങ്ങനെ റെഫർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ടിനാണ് നമ്മൾ എന്ത് പറയാ? ഫോറിൻ കീ എന്ന് പറയാ. ഫോറിൻ കീന്റെ പ്രത്യേകത എന്തായിരിക്കണം? നമ്മൾ ഫീ ടേബിളിൽ നേരത്തെ രജിസ്റ്റർ നമ്പർ ആണ് ഫോറിൻ കീ ആയിട്ട് സെറ്റ് ചെയ്തത്. അപ്പം ഏത് ടേബിളിനാണോ റെഫർ ചെയ്യുന്നത് ആ ടേബിളിൽ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്ത ആട്രിബ്യൂട്ട് തന്നെ ആവണം സെക്കൻഡ് ടേബിളിൽ എന്ത് ഫോറിൻ കീ ആയിട്ട് സെറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അതാണ് ഫോറിൻ കീ. ഇനി അടുത്തത് കൺസ്ട്രെയിൻസ്. റിലേഷണൽ ഡാറ്റാബേസിൽ 3 ടൈപ്പ് കൺസ്ട്രെയിൻസ് ആണുള്ളത്. ഡൊമൈൻ കൺസ്ട്രെയിന്റ്, പ്രൈമറി കീ കൺസ്ട്രെയിന്റ് ആൻഡ് ഇന്റഗ്രിറ്റി കൺസ്ട്രെയിന്റ്. ഇപ്പൊ ഡൊമൈൻ കൺസ്ട്രെയിൻസിൽ എന്തൊക്കെയാ വരുന്നത്? ഇപ്പൊ ഓരോ ആട്രിബ്യൂട്ടും അറ്റോമിക് ആയിരിക്കണം, അതാണ് ഡൊമൈൻ കൺസ്ട്രെയിൻസ് പറയുന്നത്. ഈച്ച് ആട്രിബ്യൂട്ട് ഇൻ എ റിലേഷൻ മസ്റ്റ് കണ്ടെയ്ൻ എൻ അറ്റോമിക് വാല്യൂ. മാത്രമല്ല അത് എവിടെയുള്ള വാല്യൂ ആയിരിക്കണം? അതിന്റെ ഡൊമൈനിലുള്ള വാല്യൂ ആയിരിക്കണം. അപ്പൊ നമ്മൾ ഓരോ ആട്രിബ്യൂട്ടിനും ഓരോ ടൈപ്പ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തെ ഓരോ ആട്രിബ്യൂട്ടിനും ഓരോ ടൈപ്പ് നമ്മൾ ഡിഫൈൻ ചെയ്യും. ഡേറ്റ് ഓഫ് ബർത്ത് ആണെങ്കിൽ ഡേറ്റ്, പിന്നെ നെയിം ആണെങ്കിൽ സ്ട്രിങ് അല്ലെങ്കിൽ ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിന്റെ ലെങ്ത്തും അതിന്റെ ടൈപ്സും ഒക്കെ ഡിഫൈൻ ചെയ്യും. അപ്പൊ അതൊക്കെ സാറ്റിസ്ഫൈ ചെയ്യണം ഓരോ ആട്രിബ്യൂട്ടും. അതാണ് ഡൊമൈൻ കൺസ്ട്രെയിന്റ് വരുന്നത്.
അടുത്തതാണ് കീ കൺസ്ട്രെയിൻസ്. കീ കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രൈമറി കീ പറഞ്ഞില്ലേ, എന്തായിരുന്നു പ്രൈമറി കീ പറഞ്ഞത്? പ്രൈമറി കീന്റെ പ്രത്യേകത എന്തായിരുന്നു? അത് തന്നെയാണ് കീ കൺസ്ട്രെയിനിൽ വരുന്നത്. ഓരോ എന്തായിരുന്നു യുണീക്ക് ആയിരിക്കും എന്ന് പറഞ്ഞില്ലേ? കീ ആട്രിബ്യൂട്ടിന്റെ വാല്യൂ യുണീക്ക് ആയിരിക്കണം. ഈ ഓരോ ടപ്പിളിലും കീ ആട്രിബ്യൂട്ടിന്റെ വാല്യൂ എന്തായിരിക്കണം? യുണീക്ക് ആയിരിക്കണം. അതാണ് കീ കൺസ്ട്രെയിൻസ്. അതായത് ഏതെങ്കിലും 2 ടപ്പിൾ അല്ലെങ്കിൽ 2 റോ എടുത്തു കഴിഞ്ഞാൽ കീ ആട്രിബ്യൂട്ടിന് സെയിം വാല്യൂ വരാൻ പാടില്ല. അതാണ് കീ കൺസ്ട്രെയിൻസ് പറയുന്നത്. ഇനി അടുത്താണ് ഇന്റഗ്രിറ്റി കൺസ്ട്രെയിൻസ്. ഇന്റഗ്രിറ്റി കൺസ്ട്രെയിനിന്റെ ഉള്ളിൽ 2 ടൈപ്സ് ഓഫ് ഇന്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് ഉണ്ട്. എന്റിറ്റി ഇന്റഗ്രിറ്റി കൺസ്ട്രെയിൻറ്റും റഫറൻഷ്യൽ ഇന്റഗ്രിറ്റി കൺസ്ട്രെയിൻറ്റും, 2 എണ്ണം. ഇപ്പൊ 3 ആളായോ? എല്ലാരും പോയോ? ഇനി എന്റിറ്റി ഇന്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് പറയുന്നത് പ്രൈമറി കീന്റെ വാല്യൂ ഒരിക്കലും നൾ ആവരുത്. നോ പ്രൈമറി കീ വാല്യൂ ക്യാൻ ബി നൾ. നേരത്തെ കീ കൺസ്ട്രെയിനിൽ പറഞ്ഞു യുണീക്ക് ആയിരിക്കണം എന്ന്. ഇന്റഗ്രിറ്റി കൺസ്ട്രെയിനിൽ പറയുന്നത് ഒരിക്കലും നൾ ആവാൻ പാടില്ല. നമ്മൾ പ്രൈമറി കീ യൂസ് ചെയ്യുന്നത് ഒരു ടപ്പിളിനെ യുണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയുള്ള ആട്രിബ്യൂട്ടിന്റെ വാല്യൂ ഒരിക്കലും നൾ ആവാൻ പാടില്ല. അതാണ് എന്റിറ്റി ഇന്റഗ്രിറ്റി കൺസ്ട്രെയിന്റ് പറയുന്നത്. അടുത്തത് റഫറൻഷ്യൽ ഇന്റഗ്രിറ്റി കൺസ്ട്രെയിന്റ്. അതാണ് നമ്മൾ ഫോറിൻ കീ പറഞ്ഞത്. ഫോറിൻ കീന്റെ പ്രത്യേകത എന്തായിരിക്കണം? റഫറൻഷ്യൽ ഇന്റഗ്രിറ്റി കൺസ്ട്രെയിന്റിലാണ് ഫോറിൻ കീ കോൺസെപ്റ്റ് വരുന്നത്. ഫോറിൻ കീ എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു? നമ്മൾ വേറൊരു ടേബിളായിട്ട് റെഫർ ചെയ്യുന്ന കീ ആണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ സെക്കൻഡ് ടേബിളിൽ റെഫർ ചെയ്യുന്ന അല്ലെങ്കിൽ ഫോറിൻ കീ സെറ്റ് ചെയ്താൽ അതിന്റെ വാല്യൂ എപ്പോഴും അത് ഏത് ടേബിളിന്റെ വാല്യൂവിനാണോ റെഫർ ചെയ്യുന്നത് ആ ടേബിളിലെ പ്രൈമറി കീ ആയിരിക്കും ഇതിൽ ഫോറിൻ കീ ആയിട്ട് സെറ്റ് ചെയ്യുക. ആ ആട്രിബ്യൂട്ടിലുള്ള വാല്യൂ മാത്രമേ വരാൻ പാടുള്ളൂ. അതാണ് റഫറൻഷ്യൽ ഇന്റഗ്രിറ്റി കൺസ്ട്രെയിന്റ്. ഇത് ക്ലിയർ ആയോ? ഓക്കെ. അടുത്തത് റിലേഷണൽ ആൾജിബ്ര. റിലേഷണൽ ആൾജിബ്ര എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് യൂസ് ടു മാനിപ്പുലേറ്റ് ദി ഡാറ്റ ഇൻ റിലേഷണൽ മോഡൽ. റിലേഷണൽ മോഡലിൽ ഡാറ്റ മാനിപ്പുലേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സെറ്റ് ഓഫ് ബേസിക് ഓപ്പറേഷൻസിനാണ് നമ്മൾ എന്ത് പറയാ? റിലേഷണൽ ആൾജിബ്ര എന്ന് പറയുന്നത്. ഈ ഓപ്പറേഷൻസ് 2 കാറ്റഗറി ആയിട്ടാണ്: ബേസിക് സെറ്റ് ഓപ്പറേഷനും റിലേഷണൽ ഓപ്പറേഷൻസും. ബേസിക് സെറ്റ് ഓപ്പറേഷനിൽ വരുന്നതാണ് യൂണിയൻ, ഇന്റർസെക്ഷൻ, സെറ്റ് ഡിഫറൻസ് ആൻഡ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്. റിലേഷണൽ ഓപ്പറേഷൻസിൽ വരുന്നതാണ് സെലക്ട്, പ്രൊജക്ട്, ജോയിൻ, ഡിവിഷൻ. ഇത്രയും ഓപ്പറേഷൻസ് ആണ് ഉള്ളത്. അപ്പോൾ റിലേഷൻ ആൾജിബ്രയിൽ ബേസിക് ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാൻ, അതായത്
ഡാറ്റ മാനിപ്പുലേഷൻ ചെയ്യാനുള്ള ബേസിക് ഓപ്പറേഷൻസിനാണ് നമ്മൾ റിലേഷണൽ ആൾജിബ്ര എന്ന് പറയുന്നത്. റിലേഷണൽ മോഡലിൽ ഉള്ള ബേസിക് ഓപ്പറേഷൻസ് അത് 2 കാറ്റഗറി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ബേസിക് സെറ്റ് ഓപ്പറേഷൻസ്, അതിൽ യൂണിയൻ, ഇന്റർസെക്ഷൻ, സെറ്റ് ഡിഫറൻസ് ആൻഡ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഇത്രയാണ് വരുന്നത്. സെക്കൻഡ് റിലേഷണൽ ഓപ്പറേഷൻസ്. റിലേഷണൽ ഓപ്പറേഷനിലാണ് സെലക്ട്, പ്രൊജക്ട്, ജോയിൻ, ഡിവിഷൻ. ഇനി ഫസ്റ്റ് വൺ ബേസിക് സെറ്റ് ഓപ്പറേഷനിൽ ഫസ്റ്റ് വൺ യൂണിയൻ. ഈ ഓപ്പറേഷൻസ് ഒക്കെ 2 റിലേഷൻസിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ 2 ടേബിൾസ് വേണം, 2 റിലേഷൻസ് വേണം നമുക്ക് ഈ സെറ്റ് ഓപ്പറേഷൻസ് ചെയ്യാൻ. പിന്നെ മാത്രവുമല്ല ഈ റിലേഷൻസ് എന്തായിരിക്കണം, യൂണിയൻ കോമ്പാക്റ്റിബിൾ ആവണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് സെറ്റ് ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റൂ. അതിൽ ഫസ്റ്റ് വൺ ആണ് യൂണിയൻ. നമുക്ക് 2 റിലേഷൻസ് ഉണ്ട്. R1 എന്ന് പറഞ്ഞ റിലേഷനും R2 എന്ന് പറഞ്ഞ റിലേഷനും 2 റിലേഷൻസ് ഉണ്ട്. ഇത് യൂണിയൻ കോമ്പാക്റ്റിബിൾ ആണെങ്കിൽ R1 യൂണിയൻ R2 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് R1 എന്ന് പറഞ്ഞ റിലേഷനിലെ എല്ലാ ടപ്പിൾസും അതേപോലെ R2 എന്ന് പറഞ്ഞ റിലേഷൻസിലെ എല്ലാ ടപ്പിൾസും, അതിനാണ് നമ്മൾ R1 യൂണിയൻ R2 എന്ന് പറയുന്നത്. യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താ, ഈ യൂണിയൻ, ഇന്റർസെക്ഷൻ, ഈ ഓപ്പറേഷൻസ് ഒക്കെ 2 റിലേഷൻസിലാണ് അപ്ലൈ ചെയ്യുക. ഈ ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ 2 റിലേഷൻസും യൂണിയൻ കോമ്പാക്റ്റിബിൾ ആവണം. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക, R1 2 റിലേഷൻ ഉണ്ട്, ഒന്ന് R1 ഒന്ന് R2. അങ്ങനെയാണെങ്കിൽ R1 യൂണിയൻ R2 എന്ന് പറഞ്ഞാൽ R1ലുള്ള എല്ലാ ടപ്പിൾസും പ്ലസ് R2ലുള്ള എല്ലാ ടപ്പിൾസും, ഇതിനാണ് നമ്മൾ R1 യൂണിയൻ R2 എന്ന് പറയുന്നത്. അപ്പൊ R1 യൂണിയൻ R2 എന്ന് പറഞ്ഞ ഓപ്പറേഷനിലെ എലമെന്റ്സ് ഏതൊക്കെയായിരിക്കും, R1 എന്ന് പറഞ്ഞ റിലേഷൻസിലെ ടപ്പിൾസും ഉണ്ടാവും, അതേപോലെ R2 എന്ന് പറഞ്ഞ റിലേഷനിലെ ടപ്പിളും ഉണ്ടാവും. അപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, കാണുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. അപ്പൊ R1 എന്ന് പറഞ്ഞ റിലേഷനിൽ AB 2 കോളംസ് അല്ലെങ്കിൽ 2 ആട്രിബ്യൂട്ട്സ് ആണുള്ളത്. അതേപോലെ R2 എന്ന് പറഞ്ഞ റിലേഷനിലും 2 ആട്രിബ്യൂട്ട്സ് ഉണ്ട്, XY. ഇനി R1 യൂണിയൻ R2 ചെയ്യുന്ന സമയത്ത് ഇനി R1ൽ ഏതൊക്കെ വാല്യൂ ഉണ്ട്, ഇപ്പം ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. R1 എന്ന് പറഞ്ഞ റിലേഷനിൽ 2 കോളംസ് ആണ് AB. അതിൽ ഏതൊക്കെ ഉണ്ട്, A1 B1 A2 B2 A3 B3 A4 B4. ഇത്രയാണ് വാല്യൂസ് അല്ലെങ്കിൽ ടപ്പിൾസ്, 4 ടപ്പിൾസ് ആണ് ഉള്ളത്. ഇനി R2 എന്ന് പറഞ്ഞ റിലേഷനിലോ അതിലും 4 ടപ്പിൾസ് ആണുള്ളത്, A1 B1 A7 B7 A2 B2 A4 B4. ഇനി R1 യൂണിയൻ R2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് R1 എന്ന് പറഞ്ഞ റിലേഷനിലുള്ള എല്ലാ ടപ്പിൾസും ഉണ്ടാവും, അതേപോലെ R2 എന്ന് പറഞ്ഞ റിലേഷനിൽ എല്ലാ ടപ്പിൾസും ഉണ്ടാവും. പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വരുന്ന ടപ്പിൾസ് നമ്മൾ എന്ത് ചെയ്യണം, എലിമിനേറ്റ് ചെയ്യണം. അപ്പം A1 B1 A2 B2 A3 B3 A4 B4. പിന്നെ രണ്ടാമത്തെ റിലേഷൻ എടുക്കുമ്പോൾ വീണ്ടും A1 B1 വന്നു, അത് ഓൾറെഡി ഉള്ളതുകൊണ്ട് നമ്മൾ രണ്ടാമതും എഴുതിയില്ല. പിന്നെ വരുന്നത് A7 B7 അത് ആഡ് ചെയ്തു. പിന്നെ A2 B2 A4 B4 അത് ഓൾറെഡി ഉള്ളത് കൊണ്ട് റിഡൻഡൻസി, നമ്മൾ റിഡൻഡന്റ് ഡാറ്റാസിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. അപ്പം 2 ടപ്പിൾസിലും 2 റിലേഷൻസിലുള്ള എല്ലാ ഡാറ്റാസും R1 യൂണിയൻ R2ൽ വന്നു. റിപ്പീറ്റ് ചെയ്ത് വരുന്നത് നമ്മൾ ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. ഇപ്പൊ A1 B1 A2 B2 A4 B4 റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ അതിനെ ഒരു പ്രാവശ്യം എഴുതുള്ളൂ.
R1 യൂണിയൻ R2 മനസ്സിലായോ? ഓക്കെ. ഇതാണ് യൂണിയൻ ഓപ്പറേഷൻ. R1 R2 രണ്ട് റിലേഷൻ ഉണ്ട്. R1 യൂണിയൻ R2 ചെയ്യുമ്പോൾ ടപ്പിൾസ്, അതാണ് R1 യൂണിയൻ R2. ഇനി യൂണിയൻ ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവും ആണ് അസോസിയേറ്റീവും ആണ്. കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? R1 യൂണിയൻ R2 ചെയ്താലും R2 യൂണിയൻ R1 ചെയ്താലും സെയിമാ, ഡിഫറൻസ് ഒന്നുമില്ല. അതിനാണ് നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയാം. R1 യൂണിയൻ R2 ചെയ്താലും R2 യൂണിയൻ R1 ചെയ്താലും നമുക്ക് ഒരേ ഔട്ട്പുട്ട് തന്നെയാണ് കിട്ടുക. അപ്പൊ നമുക്ക് എന്ത് പറയാം? R1 യൂണിയൻ R2 അല്ലെങ്കിൽ യൂണിയൻ ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയാം. അതേപോലെ അസോസിയേറ്റീവാ. അപ്പം നമുക്ക് 3 റിലേഷൻ ഉണ്ട്, R1 R2 R3. ഇനി R1 യൂണിയൻ R2 ചെയ്തിട്ട് അതിനോട് R3 യൂണിയൻ ചെയ്യുന്നതും R2 യൂണിയൻ R3 ചെയ്തിട്ട് അതിനോട് R1 യൂണിയൻ ചെയ്യുന്നതും സെയിമാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇത് യൂണിയൻ ഓപ്പറേഷൻ അസോസിയേറ്റീവ് ഓപ്പറേഷൻ ആണെന്ന് പറയാം. ക്ലിയർ ആവുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ ബോർഡിൽ എഴുതി കാണിക്കണോ? ബോർഡിൽ എഴുതണോ? ഓക്കെ. അപ്പൊ നമുക്ക് R1, R2 ആൻഡ് R3 3 റിലേഷൻ ഉണ്ട്. ഇനി നമ്മൾ R1 യൂണിയൻ R2 ചെയ്താലും R2 യൂണിയൻ R1 ചെയ്താലും നമുക്ക് ഒരേ ആൻസർ ആണ് കിട്ടുക, ഒരേ ഔട്ട്പുട്ട് ആണ് കിട്ടുക. യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താ? R1 എന്ന് പറഞ്ഞ റിലേഷനിലുള്ള എല്ലാ ടപ്പിൾസും R2 എന്ന് പറഞ്ഞ റിലേഷനിലുള്ള എല്ലാ ടപ്പിൾസും ഇതിൽ ഡ്യൂപ്ലിക്കേറ്റ് ഡാറ്റാസ് നമ്മൾ റിമൂവ് ചെയ്യും. അതിനാണ് നമ്മൾ യൂണിയൻ ഓപ്പറേഷൻ എന്ന് പറയാം. അപ്പൊ R1 യൂണിയൻ R2 ചെയ്താലും R2 യൂണിയൻ R1 ചെയ്താലും നമുക്ക് ഒരേ ടപ്പിൾസ് തന്നെയാണ് കിട്ടുക. അപ്പൊ ഇതെന്താ? R1 യൂണിയൻ R2 ഈസ് ഈക്വൽ ടു R2 യൂണിയൻ R1. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? യൂണിയൻ എന്താന്ന് പറയാം? കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയാം. യൂണിയൻ ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ്. ഇനി അടുത്തത്, ഇനി നമുക്ക് R1 യൂണിയൻ നമ്മൾ R2 ചെയ്തു, കിട്ടിയ ആൻസറിനോട് നമ്മൾ R3യും കൂടി യൂണിയൻ ചെയ്തു. R1 യൂണിയൻ R2 ചെയ്തു, ആൻസറിനോട് നമ്മൾ R3യും കൂടി യൂണിയൻ ചെയ്തു. അതും ഇനി നമ്മൾ R2 യൂണിയൻ R3 ചെയ്തിട്ട് അതിനോട് R1 യൂണിയൻ ചെയ്തു. ഈ 2 ഓപ്പറേഷനും കിട്ടുന്ന ഔട്ട്പുട്ട് സെയിമാ. സെയിം ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? യൂണിയൻ ഓപ്പറേഷൻ അസോസിയേറ്റീവ് എന്ന് പറയാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ R1 എന്ന് പറഞ്ഞ റിലേഷനിൽ AB 2 കോളം A1 B1 A2 B2 ഉണ്ട്. ഇനി R2 എന്ന് പറഞ്ഞ റിലേഷനിൽ നമുക്ക് XY, അതിൽ നമുക്ക് A3 A4 ഉണ്ട്, A1 A2 ഉണ്ട്. ഇനി R3 എന്ന് പറഞ്ഞ റിലേഷനിൽ നമുക്ക്
രണ്ട് കോളം തന്നെയാണുള്ളത്, പിയും ക്യൂവും. അതിൽ നമുക്ക് രണ്ട് വാല്യൂസ് ഉണ്ട്, A5 B5 A2 B2 ഇങ്ങനെ 3 റിലേഷൻ ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ R1 യൂണിയൻ R2 ചെയ്തു. R1 യൂണിയൻ R2 ചെയ്താൽ നമുക്ക് ഏതൊക്കെ കിട്ടും? A1 B1 ഉണ്ടാവും, A2 B2 ഉണ്ടാവും, A3 B3 ഉണ്ടാവും. അപ്പൊ R1 യൂണിയൻ R2 നമുക്ക് എന്താ ഉണ്ടാവുക? A1 B1 A2 B2 and A3 B3 ഈ രണ്ട് റിലേഷനിലുള്ള എല്ലാ ടപ്പിൾസും ആണ് R1 യൂണിയൻ R2 ഉണ്ടാവുക. ഇനി R1 യൂണിയൻ R2ഉം R3യും കൂടി നമ്മൾ യൂണിയൻ ചെയ്തു. അപ്പൊ അതിന്റെ കൂടെ എന്തും കൂടി വരും? A5 B5 വരും, പിന്നെ A2 B2 ഓൾറെഡി ഇതിലുള്ളതുകൊണ്ട് നമ്മൾ വീണ്ടും എഴുതണ്ട. ഇതാണ് നമുക്ക് R1 യൂണിയൻ R2 ചെയ്തതിന് ശേഷം അതിന്റെ കൂടെ യൂണിയൻ R3 ചെയ്താൽ കിട്ടുക. ഇത് A1 യൂണിയൻ R1 യൂണിയൻ R2, അതിന്റെ കൂടെ R3 യൂണിയൻ ചെയ്ത A5 B5 എന്നാണ് ഒരു വാല്യൂ കൂടി കിട്ടും. ഇനി നമ്മൾ ഇതാണ് ഫസ്റ്റ് പാർട്ട്. ഇനി നമ്മൾ R2 യൂണിയൻ R3 ചെയ്തു. R2 യൂണിയൻ R3 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? A3 B3 A1 B1 പിന്നെ A5 B5 A2 B2. അപ്പം R2 യൂണിയൻ R3 ചെയ്യുന്ന സമയത്ത് നമുക്ക് A3 B3 A1 B1 A5 B5 കിട്ടി. ഇനി ആ കിട്ടിയ ആൻസറിനോട് നമ്മൾ എന്തും കൂടി യൂണിയൻ ചെയ്തു? R1 കൂടി ചെയ്തു. അപ്പൊ നമുക്ക് ഏതും കൂടി അതിനോട് ഇൻക്ലൂഡഡ് ആയിട്ട് വരും? A2 B2. അപ്പം ഈ കിട്ടിയ ആൻസറും നേരത്തെ നമ്മൾ R1 യൂണിയൻ R2 ചെയ്തതിന് ശേഷം R3 ചെയ്തപ്പം കിട്ടിയ ആൻസറും സെയിം തന്നെയാണ്. അതിന്റെ ഉള്ളിൽ വരുന്ന ടപ്പിൾസ് സെയിം തന്നെയാണ്. അതിന്റെ ഓർഡറിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ഓർഡറിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ടപ്പിൾസ് സെയിം തന്നെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? R1 യൂണിയൻ R2 യൂണിയൻ R3 ചെയ്യുന്നതും R2 യൂണിയൻ R3 ചെയ്തിട്ട് അതിനോട് R1 യൂണിയൻ ചെയ്യുന്നതും സെയിം ആണെന്ന് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് പറയാം? യൂണിയൻ അസോസിയേറ്റീവ് എന്ന് പറയാം. ഇല്ല, 11:30 അല്ലേ സാറേ? ഓക്കെ. അപ്പൊ യൂണിയൻ കഴിഞ്ഞു. അടുത്തതാണ് ഇന്റർസെക്ഷൻ. ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് റിലേഷൻ തമ്മിൽ ഇന്റർസെക്ഷൻ ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തായിരിക്കണം? യൂണിയൻ കോമ്പാക്റ്റിബിൾ ആയിരിക്കണം രണ്ട് റിലേഷൻസും. ഇനി R1 ഇന്റർസെക്ഷൻ R2, R1 എന്ന് പറഞ്ഞൊരു റിലേഷൻ ഉണ്ട്, R2 എന്ന് പറഞ്ഞൊരു റിലേഷൻ ഉണ്ട്. അത് തമ്മിൽ ഇന്റർസെക്ഷൻ ഓപ്പറേഷൻ ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? രണ്ട് റിലേഷനിലും കോമൺ ആയിട്ട് വരുന്ന ടപ്പിൾസ് ഏതൊക്കെയാണോ അതാണ് റിസൾട്ടന്റ് റിലേഷനിൽ ഉണ്ടാവുക. അപ്പൊ R1 നേരത്തെ സെയിം എക്സാമ്പിൾ എടുത്തു, R1ഉം R2ഉം. ഇനി R1 ഇന്റർസെക്ഷൻ R2 ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് റിലേഷനിലും നോക്കാം കോമൺ ആയിട്ട് ടപ്പിൾസ് ഏതൊക്കെയാ വരുന്നതെന്ന്. ഇപ്പൊ രണ്ട് റിലേഷൻസിലും കോമൺ ആയിട്ട് ഏതൊക്കെയാ ടപ്പിൾസ് വരുന്നത്? A1 B1 R1ലും ഉണ്ട് R2ലും ഉണ്ട്. അതേപോലെ തന്നെ പിന്നെ ഏതാണ്ട് A2 B2 രണ്ട് റിലേഷനിലും ഉണ്ട്. അതേപോലെ A4 B4 രണ്ട് റിലേഷനിലും ഉണ്ട്. അപ്പൊ R1ലും R2ലും കോമൺ ആയിട്ട് ഏതൊക്കെയാണോ വരുന്നത് അതായിരിക്കും R1 ഇന്റർസെക്ഷൻ R2ൽ ഉണ്ടാവുക. ഇപ്പൊ ഇവിടെ R1 എന്ന് പറഞ്ഞ റിലേഷനിൽ A1 B1 A7 B7 A2 B2 A4 B4 ഇങ്ങനെയാണുള്ളത്. അതേപോലെ R2 എന്ന് പറഞ്ഞ റിലേഷനിൽ A1 B1 A2 B2 A3 B3 A4 B4. ഇനി R1 ഇന്റർസെക്ഷൻ R2 വരുമ്പോൾ നമുക്ക് എന്താ ഔട്ട്പുട്ട് കിട്ടുക? രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ടപ്പിൾസ് ഏതൊക്കെയാ? R1 B1 രണ്ടിലും കോമൺ ആണ്. അതേപോലെ R1 B1 അല്ല, A1 B1 രണ്ടിലും കോമൺ ആണ്. അതേപോലെ A2 B2 രണ്ട് റിലേഷനിലും കോമൺ ആണ്. A4 B4ഉം കോമൺ ആണ്. അപ്പൊ നമ്മൾ R1 ഇന്റർസെക്ഷൻ R2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് എന്താ കിട്ടുക?
A1 B1 A2 B2 A4 B4. കോമൺ ആയിട്ട് വരുന്ന ഡാറ്റാസ് അതാണ് ഇന്റർസെക്ഷൻ ഓപ്പറേഷൻ. ഇന്റർസെക്ഷനും നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമ്മ്യൂട്ടേറ്റീവും ആണ് അസോസിയേറ്റീവും ആണ്. അപ്പൊ R1 ഇന്റർസെക്ഷൻ R2 ചെയ്യുന്നതും R2 ഇന്റർസെക്ഷൻ R1 ചെയ്യുന്നതും സെയിം ആണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. അതേപോലെ തന്നെ R1 യൂണിയൻ R2 യൂണിയൻ R3 നേരത്തെ ചെയ്തതുപോലെ തന്നെ R1 യൂണിയൻ R2 ചെയ്തിട്ട് അതിനോട് യൂണിയൻ അല്ല ഇന്റർസെക്ഷൻ R1 ഇന്റർസെക്ഷൻ R2 ചെയ്തിട്ട് അതിനോട് നമ്മൾ R3 ഇന്റർസെക്ഷൻ ചെയ്യുന്നതും അല്ലെങ്കിൽ R2 ഇന്റർസെക്ഷൻ R3 ചെയ്തിട്ട് അതിനോട് നമ്മൾ R1 ഇന്റർസെക്ഷൻ ചെയ്താലും നമുക്ക് ഒരേ ഔട്ട്പുട്ട് ആണ് കിട്ടുക. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇന്റർസെക്ഷൻ ഈസ് അസോസിയേറ്റീവ്. അപ്പൊ നമ്മൾ രണ്ട് ഓപ്പറേഷൻസ് പഠിച്ചു. യൂണിയൻ ഓപ്പറേഷൻ പഠിച്ചു. യൂണിയൻ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് റിലേഷൻ തമ്മിൽ യൂണിയൻ ഓപ്പറേഷൻ ചെയ്താൽ നമുക്ക് ഔട്ട്പുട്ട് എന്താ കിട്ടുക? രണ്ട് റിലേഷനിലുള്ള മൊത്തം ടപ്പിൾസ് ഉണ്ടാവും. അതിൽ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ടപ്പിൾസിനെ റിമൂവ് ചെയ്യും. യൂണിയൻ ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പറഞ്ഞു, അസോസിയേറ്റീവ് ആണെന്ന് പറഞ്ഞു. ഇനി രണ്ടാമത്തതാണ് ഇന്റർസെക്ഷൻ ഓപ്പറേഷൻ. ഇന്റർസെക്ഷൻ ഓപ്പറേഷനിൽ നമ്മൾ എന്ത് പറഞ്ഞു? രണ്ട് റിലേഷൻസിൽ കോമൺ ആയിട്ട് വരുന്ന ടപ്പിൾസ് മാത്രമേ എന്തിലുണ്ടാവുള്ളൂ? റിസൾട്ടന്റ് റിലേഷനിൽ ഉണ്ടാവുള്ളൂ. രണ്ട് റിലേഷൻസിൽ ഉള്ള ടപ്പിൾസ് മാത്രം. അപ്പൊ അതും നമ്മൾ എന്ത് പറഞ്ഞു? കമ്മ്യൂട്ടേറ്റീവ് ആണെന്നും പറഞ്ഞു, അസോസിയേറ്റീവ് ആണെന്നും പറഞ്ഞു. ഇനി മൂന്നാമത്തെ ഓപ്പറേഷൻ ആണ് സെറ്റ് ഡിഫറൻസ്. സെറ്റ് ഡിഫറൻസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ തന്നെ രണ്ട് റിലേഷൻ തമ്മിൽ സെറ്റ് ഡിഫറൻസ് ചെയ്യണമെങ്കിൽ ഈ രണ്ട് റിലേഷൻസും യൂണിയൻ കോമ്പാക്റ്റബിൾ ആവണം, ഒന്നാമത്തെ കണ്ടീഷൻ. ഇനി സെറ്റ് റിലേഷൻ ചെയ്യുന്ന സമയത്ത് R1 എന്ന് പറഞ്ഞൊരു റിലേഷനും R2 എന്ന് പറഞ്ഞൊരു റിലേഷനും ഉണ്ടെങ്കിൽ R1 മൈനസ് R2 അല്ലെങ്കിൽ R1 ഡിഫറൻസ് R2 പറഞ്ഞു കഴിഞ്ഞാല് R1 ഉള്ളതും R2 ഇല്ലാത്തതുമായിട്ടുള്ള ടപ്പിൾസ് ആണ് വരിക. R1 ഉണ്ടാവണം, R2 ഉണ്ടാവാൻ പാടില്ല. R1 ഉള്ളത് R2 ആയിട്ട് കോമൺ ആയിട്ട് വരുന്നതാണെങ്കിൽ അതൊക്കെ റിമൂവ് ആവും. അതാണ് R1 മൈനസ് R2. ബോർഡിൽ എഴുതണോ ഡിഫറൻസ് ഓപ്പറേഷൻ?